ഇന്ന് പത്രം തുറക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കണ്ട് സങ്കടം ഉണർത്തിച്ചതിൻ്റെ വാർത്തയാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായിട്ടും സംസാരിച്ചത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ്. അല്ലാതെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും പദ്ധതിയുടെ നിർദ്ദേശമൊന്നുമില്ല. റെയിൽ പാതയുടെയും മെട്രോയുടെയും ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യിക്കുന്നത്. ഇതിലൊക്കെ ഇവിടെ കയറി അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞതുപോലെ ബഹിരാകാശത്തേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞില്ലേ, ആദ്യ ബഹിരാകാശ സഞ്ചാരി ഗഗാറിൻ മുതൽ ഇപ്പോൾ ഇന്നലെ വിനയാന്ന ഒരു ഇന്ത്യൻ വംശജയായ ഒരു പെൺകുട്ടിയെ കൂടി അമേരിക്കക്കാർ അവരുടെ പേടകത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വിട്ടു. മൂന്നാമത്തെ വനിതയാണ്. നേരത്തെ രണ്ട് കൽപ്പന ചൗള, സുനീത വില്യംസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു ഗഗാറിനെ ഒരു ആംസ്ട്രോങ്ങിന് നമ്മൾ ഓർമ്മിക്കുന്ന പോലെ ഈ തുടർന്ന് വരുന്ന എല്ലാവരെയും ഓർമ്മിക്കാൻ പറ്റില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോകും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ ലേറ്റായിട്ട് പിണറായി ബഹിരാകാശത്ത് പോയാലും ആരും ശ്രദ്ധിക്കില്ല. പോകണമെങ്കിൽ ഇപ്പോഴും തന്നെ പോയിക്കൊള്ളണം. അതാണ് അതിൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും രസിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിസന്ധിയുണ്ട്. പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഇവിടെ വ്യാപാരികൾ സമരം നടത്തുകയാണ്. വ്യാപാരികൾ തല്ലിച്ചതച്ചും കളി കാണാം എന്നൊക്കെ ഇന്നലെ വന്നിട്ട് മുഖ്യമന്ത്രി വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം കളി എവിടെ കാണാനാണ്? ഒരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാ വ്യാപാരി വ്യവസായികളുടെയും കാൽക്കൽ ചെന്ന് വീണ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്ന ഈ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ ഞാൻ കളി കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ വെറുതെ കാര്യമില്ല. അതിനേക്കാളും പ്രസക്തമായ കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം രാഷ്ട്രീയമായി നമ്മൾ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, നമ്മുടെ മുരളീധരനുമായിട്ടും സുരേന്ദ്രനുമായിട്ടും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും, കസ്റ്റംസിനെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായാലും, ഇപ്പോൾ ഇത് BJP-ക്കാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കള്ളക്കടത്ത് നടത്തുന്നത്. അതിനകത്ത് ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട മുതലാളിയായ ഒരു വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ ഇരട്ട ചങ്കുള്ളതിൽ പകുതിയല്ല, 2 ചങ്കുണ്ടാകുമ്പോൾ ഒരു ചങ്ക് എന്ന് പറയുന്ന വേറൊരു മുതലാളി അവിടെ ഉണ്ട്. ആ മുതലാളിയുടെ കൂടുമ്പോഴാണെന്ന് തോന്നി ഇരട്ട ചങ്കാകുന്നത്. ആകെ ഒരു ചങ്കാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇരട്ട ചങ്കാകുന്നത് ആ മുതലാളിയുടെ ഉൾപ്പെടുമ്പോഴാണ്. ആ മുതലാളിക്ക് ഇതിനകത്ത് വളരെ പ്രസക്തമായ റോളുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ കോടതിയിലൊക്കെ വന്നിരിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മുടെ ഈ ഫോർഡിൻ്റെ തണലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ ചെന്ന് പ്രധാനമന്ത്രിയെ കണ്ട് സങ്കടം ഉണർത്തിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊരു സങ്കടം ഉണർത്തിക്കുന്നതിൻ്റെ കാര്യം പോലെയല്ല. വി ഹാവ് സർട്ടൻ ഡിമാൻഡ്സ്. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ ചോദിക്കാൻ ചെല്ലുന്നത്, ഞങ്ങളിവിടെ മെട്രോ റെയിൽ കൊണ്ടുവരുന്നുണ്ട്, റെയിൽ കൊണ്ടുവരുന്നുണ്ട്, മറ്റു കൊണ്ടുവരുന്നുണ്ട്, ഇത് കൊണ്ടുവരുന്നുണ്ട്, അതിൽ നമ്മൾ ആവുന്നത്ര സഹകരിക്കുന്നതായിരിക്കും എല്ലാം. എന്നിട്ട് ചെന്ന പാടെ അദ്ദേഹം മഹാരാജാവിന് പൊന്നാട അണിയിക്കുകയാണ്. ഇതെന്താ ഫ്യൂഡലിസത്തിൻ്റെ യുഗമാണ്. ഈ കേരള മുഖ്യമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് പൊന്നാട അണിയിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വിസിറ്റർ വരുമ്പോൾ നമ്മൾ വിസിറ്റർക്ക് ഒരു പൂച്ചെണ്ട് കൊടുക്കും. അത് ശരിയാണ്. പിന്നെ വല്ല ഷഷ്ടിപൂർത്തിയോ സപ്തതിയോ അതൊക്കെ അടുത്തിരിക്കുന്ന വൃദ്ധന്മാർക്ക് നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഒരു പായസ നേർച്ചയോ പൊന്നാടയോ ഒക്കെ അണിയിച്ചു കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ബഹുമതി എന്നുള്ളൊരർത്ഥത്തിൽ നമ്മൾ പൊന്നാട അണിയിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തിൻ്റെ പേരിലാണ്, ഇപ്പോൾ ഈ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ പേരിലാണോ, അത് ആ ഒരു വീരകൃത്യം നിർവഹിച്ചതിൻ്റെ പേരിലാണോ, വേറെ ഏതിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പൊന്നാട അണിയിച്ചു. പൊന്നാട അണിയിച്ചപ്പോഴത്തേക്ക് അണിയിച്ചോട്ടെ എന്ന് അനുമതി ചോദിച്ചു. ഞാനൊരു പൊന്നാടയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, അത് കിറ്റക്സ് സാബുൻ്റെ ആണോ ഹാൻടെക്സിൻ്റെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൊന്നാട അതല്ല, ഇനി കല്യാണിൽ സിൽക്സ് വാങ്ങിയതാണോ എന്നും അറിഞ്ഞുകൂടാ. ഒരു പൊന്നാട അദ്ദേഹം എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അദ്ദേഹം
വളരെ ഭക്തിയാദരപൂർവ്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചു, ഞാൻ ഈ പൊന്നാട അങ്ങേ അണിയിച്ചോട്ടെ? അപ്പോൾ പറഞ്ഞു, ഇതാരാ വന്നിരിക്കുന്നത്? അവിടെ കോവിഡുമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യശസ്വിയായ ഒരു മുഖ്യമന്ത്രിയല്ലേ വന്നിരിക്കുന്നത്. എന്നെ പൊന്നാട അണിയിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കേരളത്തെ ഇങ്ങനെ കോവിഡ് വികസനത്തിൻ്റെ പാതയിൽ എത്തിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതുപോലെ കോവിഡ് വികസനത്തിൻ്റെ പാത നിലനിർത്താൻ വേറൊരു സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങ് എന്നെ അണിയിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നാട അണിയിച്ചു കൊടുത്തു. രണ്ടുപേരും മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. രണ്ടുപേരും വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. മുഖംമൂടി ധരിച്ചിട്ടുണ്ടെന്ന് അതിനുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫൊന്നും വന്നിട്ടില്ല. അങ്ങനെ പൊന്നാടയൊക്കെ അണിയിച്ചതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കുട്ടിയാലി ഇപ്പോഴും കൊല്ലത്ത് പോകാറുണ്ട്. കുട്ടിയാലി കൊല്ലത്ത് പോയ കഥ എല്ലാവർക്കും അറിയാം. കുട്ടിയാലി കൊല്ലത്ത് പോകാറുണ്ട്. പക്ഷേ ഈ കുട്ടിയാലി കൊല്ലത്ത് പോയത് പ്രധാനമന്ത്രിയെ കാണാനല്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ചില ഇടപാടുകളുടെ ബന്ധങ്ങൾ അവിടെ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ദല്ലാളൻ അവിടെ നിന്നുകൊണ്ട് ചില കണക്ഷൻസ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും അവരുമായി ബന്ധപ്പെട്ട് തൻ്റെ നില സുരക്ഷിതമാക്കാൻ വേണ്ടിയാണെന്നുമൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കൂടിക്കാഴ്ചകൾക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹം പോയത്. അത് കേരളത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നുള്ളതല്ലാതെ ഇതിൽ കേരളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞ് അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആകുന്നുമില്ല. GSTയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ എഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തപ്പോൾ GSTയുടെ വിഹിതം തന്നില്ലെങ്കിൽ ഞങ്ങൾ ശരിപ്പെടുത്തി കളയുമെന്നൊക്കെ ഇവിടെ നിന്നുണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പൊന്നാടയായിട്ട് പോയി. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എന്ന് വെച്ചാൽ ഐക്യപ്പെടുകയാണ്. ആ രാഷ്ട്രീയത്തിനും അവർക്ക് രാഷ്ട്രീയ വിശ്വാസം ഇരുകൂട്ടർക്കും രാഷ്ട്രീയപരമായിട്ട് യാതൊരു പ്രത്യയശാസ്ത്രവുമില്ല. പിണറായി വിജയനുമില്ല, മോദിക്കുമില്ല. അധികാരം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രാധിഷ്ഠിതമായ ഒരു ദുർമോഹം എന്നതിൽ കവിഞ്ഞ് വേറൊന്നും രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കുന്നില്ല. അപ്പോൾ ആ രണ്ട് അധികാര ദുർമോഹത്തിൻ്റെ രണ്ട് പ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങൾ തമ്മിലൊന്ന് ആശ്ലേഷിക്കാൻ ഇപ്പോൾ പരിപൂർണമായൊരു ആശ്ലേഷത്തിന് ഇപ്പോൾ സാധ്യതയില്ല. എന്നുവെച്ചാൽ കോവിഡ് പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്യപ്പെടുന്നു ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ആശ്ലേഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു പൊന്നാട അണിയുന്നത്. പൊന്നാടയൊക്കെ ഇവിടെ നിന്ന് ശരിക്കും ഇത് ടെസ്റ്റ് ചെയ്താണോ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഇനി ഈ കൊറോണ വൈറസ് ഉണ്ടാകുമോ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ലോകം കണ്ട ഏറ്റവും വലിയ ഫലിതമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബ്രസീലിന് അർജൻറ്റീനയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതിനിടയ്ക്ക് അത് ഇറ്റലിയുടെ കാര്യം വിട്ടുപോയെന്നു. ഇറ്റലി എന്ന് പറയുന്നത് ഇതുപോലെ ഈ ലോക ഫുട്ബോളിലൊരു വലിയ ശക്തിയാണ്. അവർ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയിട്ട് യൂറോ കപ്പ് അവർ പിടിച്ചെടുത്തു. ഇനി ലോകകപ്പ് വരുമ്പോഴാണ് എല്ലാവരും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. നമുക്കത് ക്വാളിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇറ്റലിയെ മറന്നു? ഇറ്റലിയെ മറന്നാൽ എന്ത്? അവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന പോലെ ഒരു ഈ ത്വരമാരെ പൂജിക്കുന്ന, പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ത്വര എന്ന് പറയുന്നത്. ത്വരമാരെ പൂജിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന നമ്മുടെ മോദിജിയെ അദ്ദേഹം പൊന്നാട അണിയിക്കുന്നു. ഈ പൊന്നാട എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സൈൻ, ഒരു പൊളിറ്റിക്കൽ സൈനാണ്. അതിനകത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ രണ്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പൊന്നാട അണിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ ഒരു പ്രസിഡൻ്റ് എവിടെയും ഇല്ല. അതിഥിയായിട്ട് ഇദ്ദേഹം ഇഫ് ഈസ് എ വെൽക്കം ഗസ്റ്റ്, അത് റിസീവ് ചെയ്യുന്ന ആൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൂച്ചണ്ടോ എന്തെങ്കിലും കൊടുക്കും. അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങോട്ട് തരാനുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്ലീസ് ചെയ്യിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഈ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും അയാളുടെ കക്ഷിയെയും അയാളുടെ സ്ഥാപനത്തെയും പ്രസാദിപ്പിക്കേണ്ടുന്ന എന്തോ ചില കാര്യങ്ങളുണ്ട്. അത് കേരളത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, സ്വന്തം സുരക്ഷിതത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു വീരകൃത്യമാണ്. നമ്മുടെ ഭരണകർത്താവ് എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു. പക്ഷേ ഇത് ഒരു തരത്തിൽ പറഞ്ഞില്ല. പഴയ ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് ഇങ്ങനെ പൊന്നാട അണിയിക്കാറുണ്ട്. ഇപ്പോൾ ആളുകൾ വേറെ മാർഗ്ഗമൊന്നും കിട്ടുമ്പോൾ ആരെ കണ്ടാലും പിടിച്ചൊരു പൊന്നാട അണിയിക്കും. കേരളത്തിലിപ്പോൾ സർവ്വസാധാരണ നടക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ലിറ്റററി അവാർഡ് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനൊരു പൊന്നാട അണിയിക്കാം. അത് ഈ പൊന്നാട എന്ന് പറയുന്നത് ഈ ആടയും പണ്ട് മേയോ മതാമ പറഞ്ഞ ആടയും പണ്ടങ്ങളും കൊണ്ട് ആകെ നശിപ്പിക്കുന്ന
കളിപ്പാവകളാണ് നിങ്ങളെന്ന് പറയുന്നത് പോലെ പണ്ട് ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഇതൊക്കെ ആടകളൊക്കെ അണിയിക്കുമായിരുന്നു. രാജാക്കന്മാർ ഈ മാക്സിമൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരുപാട് ഇതും കിരീടവും ഒക്കെ ചാർത്തിയിട്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും രമേശ് ചെന്നിത്തല സ്വീകരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു കൂമ്പാളം തൊപ്പിയൊക്കെ വെച്ചിട്ട് അത് കിരീടമാണ്. ആ കിരീട മോഹം, കിരീടത്തിൻ്റെയും പൊന്നാടയുടെയും ആ പഴയ ഫ്യൂഡൽ മോഹങ്ങളിൽ നിന്ന് ഇതുവരെയും വിമുക്തമാകാത്ത ഒരു ബോധദാരിദ്ര്യത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ ബോധദാരിദ്ര്യത്തിൻ്റേതായ പ്രകാശനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. ആ പൊന്നാട അണിയിക്കൽ കേരളീയ ജനതയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അവമാനകരമാണ്. കേരളത്തോട് ഏറ്റവും വിവേചനപരമായി പെരുമാറുകയും കേരളത്തെ അവഗണിക്കാവുന്നതിൻ്റെ പരമാവധി അവഗണിക്കുകയും കേരളത്തിൻ്റെ ഈ അവസ്ഥകളെ ഒരു ഗൗരവത്തോടെ നോക്കിക്കാണുകയും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രിയെ പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ സംപ്രീതനാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ തരത്തിലുള്ള ഈ മണിയടി വിദ്യകൾ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പൊന്നാടയല്ല, കിരീടമല്ല, എന്ത് അണിയിക്കണം എന്ന് പറഞ്ഞാൽ അണിയിക്കുക. അത് അവർക്ക് ഭ്രാന്തായതുകൊണ്ടാണ്. അനുയായികൾക്ക് തലയ്ക്ക് വട്ട് പിടിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വട്ടനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യരുത്, എൻ്റെ കാര്യമില്ല. അത് ഒരു നമ്മളെ ഈ ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കാര്യമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നമ്മളൊരു ചുടലഭൂമിയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അതായത് ഓരോ വീടും ഒരു ചുടലഭൂമിയുടെ അന്തരീക്ഷമാണ്. ആ തരത്തിൽ അറിയാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജീവിക്കുന്ന ആ മധ്യവർഗ ജീവികളുടെ ആ ഒരു തലം വിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലേ പണ്ട് പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെയൊക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്താണ് എന്നെപ്പോലെയുള്ള പെൻഷനേഴ്സ് ജീവിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ ഇത് ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ജീവിക്കുന്നത് അത്ര ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിനകത്ത് അടച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാകും. പക്ഷേ മറ്റൊരു ജീവിതം ഈ കേരളക്കരയിലുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഒരു ചുടലഭൂമിയിൽ നിന്നൊരു പൊന്നാടയുമായി അതിൻ്റെ മുഖ്യമന്ത്രി ചെല്ലുകയും അങ്ങിരിക്കുന്ന പരമാധികാരിയെ പൊന്നാട അണിയിക്കുകയും ചെയ്യുന്ന ആ ഒരു കൃത്യം കണ്ടുകൊണ്ടാണ് നമ്മൾ വർത്തമാന പത്രങ്ങൾ തുറക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു ദിവസം എന്ന് സ്വാഭാവികമായും നമുക്കതിനെ വിശേഷിപ്പിക്കാം. എന്തിനാണ് ഈ പ്രഹസനങ്ങൾ എന്നുള്ളതിൻ്റെ ആ ഒരു അന്വേഷണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്ന് വെച്ചാൽ വിവരശൂന്യതയുടെ പരമാധികാരത്തിൽ അതിൻ്റെ സമ്രാട്ട് എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരാൾക്ക് എന്തും ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കണ്ടിരിക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യാനാകില്ല. പിന്നെ ഒരു കാര്യം പറയാം, ചെറിയ തരം പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ തന്നെ ഇന്നലത്തെ ശാസ്ത്രീയതകൾ ഇന്ന് അശാസ്ത്രീയമാണെന്ന് പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കുറ്റം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ നിശബ്ദതയാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ മരിച്ചുപോയ ഒരു ജനതയാണ് എന്നുള്ളത്. അതായത് കൊച്ചു വ്യാപാരികളെ, കൊച്ചു കടകൾ തുറന്നു വയ്ക്കുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിവിടെ ഉണ്ട്. അവർക്ക് ഈ കടകൾ തുറക്കാതെ ഇങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും, നിങ്ങൾ പറഞ്ഞില്ലേ, അവർക്ക് വേറെ എന്തെങ്കിലും പ്രോജക്ട്സ് കൊടുത്ത് അവർ ജീവിക്കട്ടെ. അപ്പോൾ ആ തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയവരുടെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് പാരലൽ കോളേജ് ടീച്ചേഴ്സ്, ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് എന്നും പറഞ്ഞിടയ്ക്കൊരു ഏർപ്പാടുണ്ടായി. അതൊക്കെ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളല്ല. എന്നെങ്കിൽ പോലും അവർക്കതൊരു തൊഴിലായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു തൊഴിലായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞില്ലേ, ഇതൊന്നും അവരുടെ ആ വൃഥാമാന്യതയുടെ പേരിൽ അവരൊക്കെ ഒതുങ്ങിക്കഴിയുകയാണ്. പലരും ഒതുങ്ങിക്കഴിയുകയാണ്. അപ്പോൾ അവർ കുറേശ്ശെ ഒച്ച വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്നലെ വരെ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം മുറുക്കിക്കെട്ടണമെന്ന് പറഞ്ഞ ഈ അവയവ വ്യാപാരികളുടെ സംഘടന പോലും ഇതിലൊക്കെ എന്തോ അശാസ്ത്രീയത ഉണ്ടെന്ന് പറഞ്ഞു. അശാസ്ത്രീയത ഉണ്ടെങ്കിൽ നിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ ഇതിനകത്തിരിക്കുന്നത്? ഈ വിദഗ്ധ സമിതിയെ നയിക്കുന്നതും അതിന് നയനിർദ്ദേശം നൽകുന്നതും ഒക്കെ നിങ്ങളായിരുന്നല്ലോ. അശാസ്ത്രീയത ഉണ്ടായിരുന്നെങ്കിൽ ഇവിടം വരെ എത്തുന്നവരെ നിങ്ങൾ പറയുന്ന വാക്കനുസരിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അല്ലാതൊന്നുമല്ല.
ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ ഏറ്റവും കർശനമായ നിലപാട് സ്വീകരിക്കുകയും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെയും ഇതാ 3-ാം ഇത് വന്നിട്ടുണ്ടെന്നാണ് പോൾ പറയുന്നത്. ICMRൻ്റെ ഒരു ഭാരവാഹിയുണ്ട്, അയാൾ പറയുന്നത് 3-ാം തരംഗത്തിൻ്റെ തുടക്കമായി കഴിഞ്ഞു എന്നുള്ളതാണ്. തുടക്കമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതും കൂടെ സ്വീകരിക്കണം. ഇന്നത്തെ IMAയുടെ പ്രസ്ഥാനം പറയുന്നതാണ്, ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, വർഷങ്ങളോളം നിങ്ങൾ ഈ മുഖം മൂടിയും സോഷ്യൽ ഡിസ്റ്റൻസും ഒബ്സർവ് ചെയ്യാൻ പോവുകയാണോ? വർഷങ്ങളോളം നിങ്ങൾ ലോക്ക്ഡൗൺ ചെയ്യാൻ പോവുകയാണോ? നിങ്ങളുടെ വർഷങ്ങളുടെ കണക്കെന്താണ്? ഇതെന്താ 2-ാം ലോക മഹായുദ്ധം 6 വർഷം നീണ്ടു നിന്നിട്ട് ആ 6 വർഷത്തെ അതിജീവിച്ച ഒരു ലോക ജനത ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇതൊക്കെ വലിച്ചെറിയും മനുഷ്യർ. അതായത് സഹി കെട്ടി ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് തുറന്ന ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ കൊന്നുതാ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ആക്രമിച്ച് പരവശപ്പെടുത്തി നമ്മളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാം. ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നു, ബോംബാക്രമണങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ ട്രഞ്ചുകളിൽ കഴിയുന്ന ആൾക്കാർ എന്ന് ട്രഞ്ചുകളിലെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത് 6 വർഷക്കാലവും ആരും ട്രഞ്ചുകളിൽ ജീവിച്ചിരുന്നില്ല. അവർ ട്രഞ്ചുകൾക്ക് പുറത്തേക്ക് വരും, സിഗ്നൽ കിട്ടുമ്പോൾ ട്രഞ്ചിനുള്ളിലേക്ക് പോകും. അങ്ങനെ സിഗ്നലുകൾ വരുമ്പോൾ നമുക്ക് പോകാം, നമുക്ക് ലോക്ക്ഡൗൺ ആകാം. സിഗ്നലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്ത് നിങ്ങൾ വ്യാജ സിഗ്നലുകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ അടച്ചിടുന്നതിൽ അർത്ഥമില്ലെന്നേ പറയുന്നുള്ളൂ. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഭീകരമായ ആക്രമണങ്ങളുണ്ടായിരുന്നു, ഭീകരമായ പകർച്ചവ്യാധികളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതിൻ്റെ സിഗ്നൽ കിട്ടിയപ്പോൾ ആളുകൾ ഒതുങ്ങിയിരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരികയും ചെയ്തു. നിങ്ങൾ പറയുന്നത് അതല്ല, ഇതിന് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധമാണ് സംഭവിക്കുന്നതെന്നാണ് IMA എന്ന് പറയുന്നൊരു സംഘടന പറയുന്നത്. അപ്പോൾ IMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് എപ്പോഴും ഏത് തരത്തിൽ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റി പറയാം. എന്നിപ്പോൾ ഇന്നത്തെ അവരുടെ പ്രസ്താവനയുടെ അതിൻ്റെ വിശ്വാസ്യത എന്താണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പല ഡോക്ടർമാരുടെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട സംഘടനയല്ലേ അവർ പറയുന്നത് ആധികാരികമല്ലേ എന്നൊക്കെ ചോദിച്ചു. ആ ആധികാരികത ഇന്നത്തോടെ പൊളിഞ്ഞു വീണു. അതായത് ഒരാശയസ്ഥിരതയില്ലാത്തവരും ഈ വൈദ്യശാസ്ത്ര സംബന്ധമായി യാതൊരു അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്തവരുമാണ് ഇവർ എന്ന് തെളിയിക്കപ്പെട്ടു. കാര്യം കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അഭിപ്രായം പറയുന്നത് ലോക്ക്ഡൗണിനെ പറ്റിയും കട തുറക്കുന്നതിനെ പറ്റിയും അടയ്ക്കുന്നതിനെ പറ്റിയുമാണ്. അല്ലാതെ ഈ ടെസ്റ്റിൻ്റെ കറക്റ്റ്നെസ്സിനെ പറ്റി ഇവരൊരു അക്ഷരം മിണ്ടുന്നില്ല. ICMR കൊടുക്കുന്ന ഗൈഡ് ലൈൻസിന് കോവിഡ് ഇല്ലാത്ത ഒരു കീമോതെറാപ്പി നടത്തിയ ഒരു ക്യാൻസർ പേഷ്യൻ്റ് മരിച്ചാലും കോവിഡ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ആ പേഷ്യൻ്റ് മരിച്ചാലും അത് കോവിഡ് ആണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് എഴുതണമെന്ന് പറഞ്ഞതിനെപ്പറ്റി ഈ IMA എന്ന് പറയുന്ന സംഘടന ഇതുവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ ആ 3 ഐറ്റംസ് വീണ്ടും ആവർത്തിക്കുന്നില്ല. കോവിഡ് ഇല്ലാതെ വ്യക്തമായ രോഗങ്ങളുള്ള, വളരെ രൂക്ഷതരമായ രോഗങ്ങളുള്ള ആളുകൾ കോവിഡ് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്ന രോഗികൾ മരിച്ചാൽ കോവിഡ് എന്ന് എഴുതണമെന്നുള്ള ICMRൻ്റെ ആ ഗൈഡ് ലൈൻസിനെ പറ്റി ഒരക്ഷരം പറയാത്ത IMAയ്ക്ക് ഇവിടെ വൈദ്യശാസ്ത്രത്തിൻ്റെ വക്താവെന്നും പറഞ്ഞ് നാവ് ചലിപ്പിക്കാൻ അവകാശമില്ല. അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. നിങ്ങളതിനെപ്പറ്റി അഭിപ്രായം ICMRൻ്റെ ഈ 3 ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തെപ്പറ്റി നിങ്ങൾ ഈ ഡോക്ടർമാരുടെ സംഘടന എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റി ഓരോന്നായിട്ട് എടുത്തു വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല. അതായത് ഈ പറയുന്ന ആൻറ്റിജൻ ടെസ്റ്റ്, ആൻറ്റിബോഡീസ് ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ട് എന്ത് സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്ന് അത് പിൻവലിക്കണമെന്ന് ICMR തീരുമാനിച്ചത്? നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ICMR ആണത്. നിങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു ICMR ആണത്. നിങ്ങൾ ഡോക്ടർമാരുടെ സംഘടനയാണെങ്കിൽ ICMR എന്തുകൊണ്ട് ആൻറ്റിബോഡീസ് ടെസ്റ്റ് എന്ന് പിന്മാറി എന്നുള്ളതിന് തൃപ്തികരമായ സമാധാനം ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് കൂടെ വേദോപദേശം നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞില്ലേ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയാം. ടെസ്റ്റുകളിലൂടെയാണ് നിങ്ങളിത് ട്രേസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കുറേ കഴിഞ്ഞ് പിൻവലിച്ചിട്ട് അതിൻ്റെ കമ്പനികളുമായിട്ട് കേസ് നടത്തി കോടിക്കണക്കിന് നഷ്ടപരിഹാരം കൊടുത്ത ICMR എന്ന് പറഞ്ഞ സംഘടന വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് IMAയ്ക്ക് അതിനെപ്പറ്റി അഭിപ്രായമില്ല. ആൻറ്റിജൻ എന്ന് പറയുന്നത് അത് ക്ലിനിക്കലായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയുള്ളതല്ല. വേണമെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ വേർതിരിച്ച് മാറ്റാൻ വേണ്ടി വിദൂരമായിട്ട് വേർതിരിച്ച് മാറ്റി നിർത്തി അവരെ ഒന്ന്
സർവൈലൻസിന് നിർത്താൻ ഉപകരിക്കും എന്നതിൽ കവിഞ്ഞ് അതിനിപ്പോൾ പ്രാധാന്യമില്ലെന്ന് ഇനി ഭാവിയിൽ അവർ വലിയ കണ്ടുപിടുത്ത അത് വികസിപ്പിച്ചെടുത്തോട്ടെ എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് WHO നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ആൻറ്റിജൻ ടെസ്റ്റ് ഇവിടെ സാർവത്രികമായിട്ട് നടത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ അതിനോടൊപ്പം നിന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ രോഗം സ്ഥിരീകരിച്ചത്? ഒരു ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി രോഗം സ്ഥിരീകരിക്കാനാവുമോ? അത് നിങ്ങൾ ജനങ്ങളോട് അതിന് ജനങ്ങളോട് ഉത്തരം പറയും. നിങ്ങൾ കട അടപ്പിക്കുന്ന കാര്യം നിങ്ങൾ പറയണ്ട. കട തുറപ്പിക്കാൻ വ്യാപാരികൾക്ക് അറിയാം, അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്തോളൂ. അതിൽ നിങ്ങൾ അഭിപ്രായം പറയണ്ട. നിങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റിൽ പോസിറ്റീവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രോഗം സ്ഥിരീകരിക്കാൻ പറ്റുമോ? പ്രസക്തമായ ചോദ്യങ്ങൾ IMA പോലെ ഒരു സംഘടന മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞില്ലേ, റോയിട്ടർ പോലും മുട്ടുകുത്തി നിന്നുകൊണ്ട് പറയുന്നു PCR ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ RT-PCR അതിൻ്റെ തന്നെ വേറൊരു വികസിത രൂപമാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ആയിട്ടുള്ള ഇതും കൂടെ കിടക്കുന്നുണ്ട്. ഈ RNA DNA കൺവേർഷൻ്റേതായിട്ടുള്ള ഒരു ഭാഗം കൂടി അതിനകത്ത് വരുന്നതുകൊണ്ട് അതും PCR തന്നെയാണ്. അപ്പോൾ PCR ജനറ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത മാത്രമാണെന്നും അതിലൂടെ ഇൻഫെക്ഷൻ കണ്ടെത്താൻ പറ്റില്ലെന്നും അതിൻ്റെ ഉപജ്ഞാതാവ് പറഞ്ഞിട്ടുണ്ടെന്നും അതങ്ങനെയാണ് എന്ന് ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാർ പറയുന്നുവെന്നും അതുകൊണ്ട് PCR എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ട്രേസ് ചെയ്യാൻ പ്രാപ്തമായ ഒരു ടെസ്റ്റ് അല്ല എന്ന് റോയിട്ടർ പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വരും. റോയിട്ടർ ആയിരുന്നു ഇതിൻ്റെ പ്രചാരകനും പ്രയോക്താവും വക്താവും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞില്ലേ, വൈദ്യശാസ്ത്ര സംബന്ധമായിട്ട് വന്നിട്ടുള്ള തർക്ക വിഷയങ്ങൾ ചിലതുണ്ട്. ടെസ്റ്റിൻ്റെ കറക്റ്റ്നെസ് എന്താണ്? വെൻ വുഡ് യു കോൾ എ ടെസ്റ്റ് കറക്റ്റ്? ആൻഡ് വാട്ട് ഈസ് ദി യൂസ് ഓഫ് എ ടെസ്റ്റ്? ആൻഡ് വാട്ട് ഈസ് ദി ലിമിറ്റേഷൻ ഓഫ് എ ടെസ്റ്റ്? ഇതിനെപ്പറ്റിയൊക്കെയാണ് നിങ്ങൾ വ്യക്തമായിട്ട് അഭിപ്രായം പറയേണ്ടത്. അല്ല കടയിൽ എത്ര നിരവ് തുറക്കണമെന്നും എത്ര അടച്ചിടണമെന്നും എത്ര ദിവസം അവിടെ കച്ചവടം നടത്തണമെന്നും പറയാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ കച്ചവടക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ താല്പര്യം. ഇപ്പോൾ വ്യാപാരികൾ സമരം ചെയ്യുമ്പോഴത്തേക്ക് കട തുറക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വൈദ്യശാസ്ത്രജ്ഞന്മാരല്ലേ, നിങ്ങൾക്ക് വൈദ്യശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. വൈദ്യശാസ്ത്ര സംബന്ധമായ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ടെസ്റ്റുകളെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറായ ഒരു ജനതയാണിത്. നിങ്ങളത് നിങ്ങൾ വൈദ്യശാസ്ത്രജ്ഞന്മാരാണെങ്കിൽ നേരും നിറയുമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ടെലിവിഷൻ പ്രകടനങ്ങളും അഭ്യാസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെപ്പോഴും മൂക്കിൽ പഞ്ഞി വയ്ക്കുന്ന കാര്യവും സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യവും സാനിറ്റൈസർ ഉപയോഗിക്കുന്ന കാര്യവും ഷീൽഡ് വയ്ക്കുന്ന കാര്യമൊക്കെ അല്ലാതെ നിങ്ങൾ പറഞ്ഞില്ലേ ടെസ്റ്റിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് മറ്റവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫേക്കാണെന്നും ഇറ്റ് ഈസ് യൂസ്ലെസ് ആണെന്നും അറിയുന്ന FAD-കാരൻ അവിടെ നിന്ന് അല്ലെങ്കിൽ WHO CDC-കാർ വിളിച്ചു പറഞ്ഞ ടെസ്റ്റാണ് ഈ രോഗം ട്രേസ് ചെയ്യാനുള്ള ഏക മാർഗമെന്നും അതാണ് ഏക ശാസ്ത്രീയമായ രീതിയെന്നും വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ആ ടെസ്റ്റിൻ്റെ സാങ്ക്ടിറ്റിയും കറക്റ്റ്നെസ്സും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ രണ്ടാമത് വാക്സിനേഷൻ്റെ പ്രശ്നം വരുന്നുണ്ട്. വാക്സിനേഷനിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം കുത്തിവെച്ചാലും നമ്മളിപ്പോൾ അത് സ്വീകരിച്ചേ മതിയാവും. അല്ല നമുക്ക് അത് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ അപകടമൊന്നും ഉണ്ടാകാനില്ല. വേറെ കൃത്രിമങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വാക്സിനേഷൻ ഇപ്പോൾ പറഞ്ഞില്ലേ, നേരത്തെ SARS-CoV ഉണ്ടായിരുന്നു, അതിൻ്റെ പുതിയ വെർഷനാണ് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ വേരിയൻസ് ഉണ്ടായാലും അതിനെല്ലാം ഇത് ഫലപ്രദമാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചിട്ട് ഇതെടുത്തെന്നും പറഞ്ഞ് നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇത് കുറേ പേര് മരിച്ചതെടുത്തതിന് ശേഷം കുറേ പേര് മരിച്ചു. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ആഘാതത്തിലാണ് മരിച്ചതെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. അതിൻ്റെ ശരിക്കുള്ള റീസണൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഒട്ടനവധി പേര് 2 ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, CDC തന്നെ പറഞ്ഞു 2 ടെസ്റ്റും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുഖം മൂടി ധരിക്കേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് ഇവിടെ പറയാമോ? CDC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനാണ്, IMA-യുടെ അപ്പനാണ്. FAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനലായിട്ടുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ WHO, പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FAD, പുത്രൻ എന്ന് പറഞ്ഞാൽ CDC. അതാണ്
ഇതിനെ ഭരിക്കുന്നത്. അപ്പോൾ CDC തന്നെ പറയുന്നു, നിങ്ങൾ 2 വാക്സിനേഷൻ എടുത്തെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ഭരിക്കേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾക്കത് ഇന്ത്യയിൽ നിന്ന് ഉറക്കെ പറയാമോ? IMAക്ക് ഒന്ന് ഉറക്കെ പറയാമോ? നിങ്ങൾ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാത്തത്? അജ്ഞത നടിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് വേറെ കാര്യങ്ങൾ 3ാം തരംഗം വരാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇന്ന് മിനിങ്ങാത്ത പ്രസ്ഥാനം ഇതായിരുന്നു, ഭയങ്കര കർശനമായിട്ട് എല്ലാവരും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം. ജാഗ്രത എന്ന് പറഞ്ഞാൽ ആ 5-6 വർഷം നിരന്തരമായിട്ട് ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തനിയെ എക്സ്പ്ലോഡ് ചെയ്തു പോകും. ഇതെല്ലാം കൂടെ അങ്ങോട്ട് സംഭരിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് നമ്മൾ പറയുന്നില്ലേ, ഈ പുറത്തേക്ക് ഈ നമ്മൾ സംഭൃതമായിരിക്കുന്ന ഇത് മുഴുവനും അടക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും. 6 വർഷക്കാലം അങ്ങനെയൊന്നും മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല. ഒരു 6 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധമാണിതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ 6 വർഷക്കാലം ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സേഫ്റ്റി വാൽവെങ്കിലും ഇല്ലാതെ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം തുറന്നു വെച്ച് നിങ്ങൾ ഇതൊക്കെ കുറഞ്ഞു വരുമ്പോഴെങ്കിലും ഇതൊക്കെ തുറന്നു വെച്ച് ജനങ്ങളെ ഫ്രീ ആയിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യാൻ സമ്മതിക്കും. ആസ് എ സേഫ്റ്റി വാൾവ് എന്ന് കരുതിക്കോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, എക്സ്പ്ലോഷൻ ഉണ്ടാവും, ഒരു സമൂഹം ഛിന്ന ഭിന്നമായി പോവും, തകർന്നു പോവും. അത് ശാസ്ത്രമാണ്. അതൊന്നും പറയാൻ കഴിയാത്ത നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ന്യായം പറയരുത്. ഈ IMA എന്ന് പറയുന്ന സംഘടന, നിങ്ങൾക്ക് അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഘടന പിരിച്ചു വിടണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റിൻ്റെ കറക്റ്റ്നെസ്സിനെ പറ്റി, അതിൻ്റെ പ്രയോജനത്തെപ്പറ്റി വ്യക്തമായൊരു അഭിപ്രായം പറയാൻ കഴിവില്ലാത്തവരാണ്. അതിൻ്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ കഴിവില്ലാത്തവരാണ്. ശാസ്ത്രീയമായ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തവരാണ്. എന്തുകൊണ്ട് WHO റെംഡെസിവിർ കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാം എന്ന് FAD പറയുകയും കോർട്ടിസ്റ്റെറോയിഡ്സ് കൊടുക്കാം എന്ന് FAD പറയുകയും, ഇതിന് രണ്ടിനും അവിടുത്തെ സാങ്ഷൻ ഇല്ല, WHO സാങ്ഷൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ഇവിടെ വാവ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, പുത്രനും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. വാവായും പുത്രനും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഫോറിൻ സെക്രട്ടറി പോയി ഇവിടെ റെംഡെസിവിർ വാങ്ങിക്കൊണ്ട് വന്നു. ഇത് കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ഇന്ത്യയിലെ വൈദ്യശാസ്ത്രജ്ഞന്മാരാണ്. അതാണ് പറഞ്ഞത്, 94 സൂററ്റിലെ ആ ഡോക്ടർമാരുടെ ആ വിവേകം കണ്ട് പഠിക്കുക. ഇവിടെ നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. നീ WHO നിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടെ വന്ന് മൈക്രോ ഉണ്ടോയെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങൾ പറയുന്ന പോലെ അംഗീകരിക്കാം. അല്ല ന്യൂയോർക്കറിലൊരു റിപ്പോർട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഡോക്ടർമാരുടെ പാരമ്പര്യം നമുക്കുണ്ട്. അലോപ്പതി ഡോക്ടർമാരാണ്, ആയുർവേദക്കാരൊന്നുമല്ല, അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞാണ്. ഞങ്ങളും ഏതോ മെഡിക്കൽ കോളേജിൽ നമുക്ക് പരീക്ഷയൊക്കെ പാസ്സായി വന്ന ആൾക്കാരാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറഞ്ഞാൽ ബോധ്യപ്പെടും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടണ്ടേ, ഒന്ന് ബോധ്യപ്പെടുത്തി എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. WHO എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. WHO എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് അതിൻ്റെ ആളുകളുമായിട്ട് ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടും കണ്ടെത്തിയില്ല, തിരിച്ചുപോയി. അതാണ് നടന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടർമാരുടെ സംഘടന, അത് KGMOA ആയാലും, ഒരു ഡോക്ടറെ കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ പേരിൽ സമരം നടത്താൻ വേണ്ടി അല്ല KGMOA. നിങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ തൊഴിൽപരമായ അവകാശങ്ങൾ സുരക്ഷിതപ്പെടുത്തുക എന്നതിനേക്കാളേറെ നിങ്ങളൊരു അസോസിയേഷൻ ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ കൂടുതൽ ഹിപ്പോക്രറ്റസിനോട് അടുത്തു പോകുന്ന ഒരു സംഘടിത ശക്തിയാണ്. അതിൻ്റെ ആത്മാവിൽ ചെന്ന് തൊടുന്ന ഒരു സംഘടിത ശക്തിയായി തീരേണ്ടതാണ് ഈ KGMOA എന്ന് പറയുന്ന സംഘടന. അവരും ഈ വക കാര്യങ്ങളിൽ നിശബ്ദരാണ്. കേരളത്തിനെ പറ്റിയ പരാജയം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന കേരളം, ആതുര ശുശ്രൂഷ പദ്ധതിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന കേരളം, ഇവിടെ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും പ്രകടമായിട്ട് നടക്കുന്ന മനുഷ്യക്കടത്താണ്. മനുഷ്യക്കടത്തെന്ന് വെച്ചാൽ കുറേ അധികം നഴ്സസിനെ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. നമ്മുടെ നഴ്സസാണ് ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ കേരളക്കരയിൽ നിന്ന് പോകുന്ന നഴ്സസാണ് ഏറ്റവും ശുഷ്കാന്തിയോടെ. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ഞാൻ മാസങ്ങളോളം ഞാൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ അവിടെ ഈ ഏറ്റവും ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്നത് മലയാളി നഴ്സസാണ്. ആ നഴ്സസിനെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ നമ്മൾ മനുഷ്യവിഭവ കടത്ത് നടത്തുന്നവരാണ്. ആ മനുഷ്യവിഭവ കടത്ത് നടത്തുന്നവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ നഴ്സസിനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അവരവിടെ ചെന്ന് പെടുന്നു. എന്നാലും അവർക്ക് ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാതിരിക്കുന്നതിനേക്കാളും അവർക്കവിടെ
ഒരു താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥ ആയതുകൊണ്ട് അവരോടൊക്കെ നിൽക്കുന്നു. ഇപ്പോൾ എയിംസിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന മലയാളി നഴ്സസ് സംതൃപ്തരാണെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അത്രയ്ക്ക് ഈ പറഞ്ഞില്ലേ, അവർ ചൂഷണം ചെയ്യപ്പെടുത്തോറും അവർക്ക് ജോലിയിലുള്ള ആത്മാർത്ഥത കുറയും. ആത്മാർത്ഥതയല്ല, ജോലിയോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, മനുഷ്യരല്ലേ, അത് കുറയും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ എങ്ങനെയും ചൂഷണം ചെയ്യാമെന്ന് കരുതുന്ന വമ്പൻ ആതുരശാലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് അവരുടെ അവസ്ഥ. എന്നാലും അവരുടെ അവകാശങ്ങളെപ്പറ്റി ചോദിക്കാൻ അവർക്ക് യാതൊരു സാധ്യതയുമില്ല. ഞങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നു, എനിക്ക് തന്നെ അറിയാം. ഞാൻ അവിടെ കിടന്ന ആ ആശുപത്രിയിൽ, അതായത് ഒരു പോള കണ്ണടയ്ക്കാതെ ഒരു രോഗി അനങ്ങിയാൽ ആ രോഗിയുടെ അടുത്ത് ഓടിയെത്തുക എന്ന് പറയുന്ന അവിടുത്തെ ഒരു നിഷ്കർഷയായിരുന്നു. അത്രയ്ക്ക് കമ്മിറ്റഡായിട്ട് ജോലി ചെയ്യുന്ന ഈ നഴ്സസിന് കൊടുക്കുന്നത് കിടക്കാനൊരിടവും അത്യാവശ്യം ഭക്ഷണവും വളരെ ചെറിയ ഒരു ശമ്പളവുമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആതുര ശുശ്രൂഷ രംഗത്ത് യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ, തീർച്ചയായിട്ടും ഡോക്ടർ പ്രസക്തമാണ്. ഡോക്ടർ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് കൊടുക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിൽ ശ്രദ്ധ ചെലുത്തുന്ന, നമ്മൾ ഈ തകരാറ് മുഴുവനും ഉണ്ടാക്കുന്ന ഡയഗ്നോസിസിലാണ്. ആ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാബിലിരിക്കുന്ന ലാബ് ടെക്നീഷ്യനാണ് ഡയഗ്നോസിസ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റ് കൊണ്ട് സ്ഥിരീകരിക്കുക എന്ന് പറയുന്ന പോലെ ഇതൊക്കെ വലിയ ഫലിതമാണ്. അതായത് വൈദ്യശാസ്ത്ര രംഗത്തെ വലിയ ഫലിതമാണ്. ടെസ്റ്റ് കൊണ്ട് നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുന്നു, ലാബ് ടെക്നീഷ്യൻ രോഗം സ്ഥിരീകരിക്കുന്നു, ഡോക്ടർ അതിന് കുറിപ്പടി എഴുതുന്നു. കുറിപ്പടി എഴുതാൻ വേണ്ടി മാത്രം പിന്നെ ഒരു ഡോക്ടർ എന്തിനാ? നിങ്ങൾ ഡോക്ടർമാർ നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇറലവൻ്റായിട്ട് തീരുകയാണ്. ഇവിടെ ഒരു ലാബുണ്ട്, ലാബിൽ ചില ടെസ്റ്റുകൾ നടത്തുന്നു. ടെസ്റ്റുകൾ നടത്തി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ട് ശരിയാണോ ഇല്ലയോ അതിൻ്റെ ആക്യുറസിയെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ കുറിപ്പടി എഴുതിയാൽ മതി. ഈ രോഗിയുടെ തലവിധി എന്നുള്ള രീതിയിലാണ് ചികിത്സാ സമ്പ്രദായം പോകുന്നത്. ഇത് നിങ്ങൾക്ക് അവമാനമാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അവമാനമാണ്. അതായത് നിങ്ങൾ ഒരു ലാബിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് 2ഉം 3ഉം ആവർത്തി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലാബിൽ കൊടുക്കണമെന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് രോഗിയുടെ ഹിസ്റ്ററി നോക്കിയിട്ട്, രോഗിയുടെ ശരീരം പരിശോധിച്ചിട്ട്, രോഗിയുടെ മാനസികാവസ്ഥ നോക്കിയിട്ട്, രോഗിയുടെ ചുറ്റുപാടുകൾ നോക്കിയിട്ട് ഇത് തീർച്ചയായിട്ടും വേറെ എവിടെയെങ്കിലും റെഫറൻസിന് അയക്കണോ എന്നുള്ള കാര്യം തീരുമാനിച്ച് ആ തരത്തിലാണ് ചികിത്സ കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ലാബ് ടെക്നീഷ്യൻ എഴുതി കൊടുക്കുന്ന അതിൻ്റെ താഴെ ഒരു MD പാസ്സായ ഒരാളിൻ്റെ ഒപ്പും കൂടെ, ഒരു കള്ള ഒപ്പും കൂടെ ഇട്ടാണ് ലാബിൽ നിന്ന് കൊടുത്തയക്കുന്നത്. അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ആശുപത്രി വ്യവസായത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഡോക്ടേഴ്സ്, യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ഇറലവൻറ്റ്. ഈ ഒരു സിസ്റ്റത്തിൽ യന്ത്രങ്ങളാണ്. ഈ പിണറായി വിജയൻ പറയുന്ന പോലെ എല്ലാം ഓൺലൈനിൽ കൂടെ നടക്കും. ടീച്ചർ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഡോക്ടർമാർ വേണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങളിപ്പോൾ ടീച്ചർ വേണ്ട, ഓൺലൈനിൽ കൂടെ വിദ്യാഭ്യാസം നടക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഓൺലൈനിൽ കൂടെ പിള്ളേർ പഠിച്ചോളും, നല്ല യന്ത്രങ്ങളല്ലേ. അതാണ് അവിടെ ഒരുപാട് യന്ത്ര സജ്ജീകരണങ്ങൾ നിങ്ങളുടെ മേശപ്പുറത്തും ഇരിപ്പുണ്ട്. ഇപ്പോൾ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹാർട്ടിൻ്റെ പൾസേഷൻസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് അതിൽ കൂടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ അത് ഒബ്സർവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ നല്ല ഡോക്ടർ ആകുന്നില്ല. ഒരാളിൻ്റെ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരു പേഷ്യൻറ്റിൻ്റെ ഈ ഹാർട്ടിൻ്റെ ഒരു എക്സാമിനേഷൻ നടത്തി ഒരേ മെഷീനിൽ കൂടെ അതിൻ്റെ ഇത് മുഴുവനും ആ സ്ക്രീനിൽ കൂടെ, മോണിറ്ററിൽ കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് 3 ഡോക്ടർമാർ 3 അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഡയഗ്നോസിസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഡയഗ്നോസിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർ ക്രൂഷ്യൽ പോയിൻറ്റ്. ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. അതിൻ്റെ അവകാശം നിങ്ങൾ ഒരു ടെസ്റ്റിന് ദിവസം 1,50,000 ടെസ്റ്റ് നടത്തുന്ന ഒരു ഭ്രാന്തനാണ് കേരളം ഭരിക്കുന്നത്. അയാൾക്ക് തലയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഡയഗ്നോസിസ് നടത്താൻ പറ്റില്ല. ഏത് പകർച്ചവ്യാധി ആയാലും അങ്ങനെ ഡയഗ്നോസിസ് നടത്താൻ പറയില്ല. നിങ്ങൾ ഏതെങ്കിലും നല്ല സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് അയാൾക്ക് ഉപദേശം കൊടുക്കുന്നതിന് പകരം അയാൾ ആഴ്ചതോറും ഓരോ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുക. ആരെങ്കിലും പറയണ്ടേ നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് അയാൾക്കൊരു ഉപദേശം കൊടുക്കേണ്ടതാണ്. അത് ചെയ്യുന്നില്ല. അതാണ് ഡോക്ടർമാരുടെ തെറ്റ്. അത് പറയാനുള്ള നട്ടെല്ലുണ്ടാവണം. കാരണം വെച്ചാൽ ദിസ് ഈസ് നോട്ട് ദി വേ. ഒരു പകർച്ചവ്യാധിയായപ്പോലും ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നതായപ്പോലും നിങ്ങൾക്ക് അതിൻ്റെ പിറകെ ഒരു ടെസ്റ്റും കൊണ്ട് ഓടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. ടെസ്റ്റ് ക്യാരീസ് നത്തിങ്. ടെസ്റ്റ് കൊണ്ട് നിങ്ങളൊന്നും നിങ്ങളിപ്പോൾ മൂക്കി കെട്ടണമെന്ന് പറയുമ്പോഴും വീട്ടിനകത്തിരിക്കണമെന്ന് പറയുമ്പോഴും അതിനകത്തൊക്കെ ഒരു യുക്തിയുണ്ട്.
പക്ഷേ ഈ അശാസ്ത്രീയമായ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആളുകളെ വേർതിരിക്കുകയും ആ തരത്തിൽ ഓരോ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കുകയും കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടാക്കുകയും അവിടെ ആളുകളെ തടവിലാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഭ്രാന്താണ്, നട്ടഭ്രാന്താണെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഡോക്ടർമാർക്കുണ്ട്. അതിനായിട്ടാണ് നിങ്ങളെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അതൊന്നും ഇല്ലാതെ ഇപ്പോൾ IMA എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇതിലെല്ലാവരും അവയവ കച്ചവടക്കാരാണെന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽപ്പെട്ട പല പ്രധാനികളും അവയവ കച്ചവടക്കാരാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ മനോരമയിൽ അതിലൊരു ആങ്കർ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു. എന്താണ്, ഒരാൾ എൻ്റെ കരളും വൃക്കയും വിൽപ്പനയ്ക്കെന്നും പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചിട്ട് ഒരു തെരുവിൽ പാടി നടക്കുന്ന ഒരാൾ അയാളുടെ വാഹനത്തിൽ കൂടി പോകുന്നു. ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾക്ക് തലയ്ക്ക് സ്വാസ്ഥ്യമുള്ളൊരവസ്ഥയെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഈ വീരാളിപ്പട്ടും കൊണ്ട് ഓടിയിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ബോർഡും കൂടെ കാണണം. എന്തുകൊണ്ടാണ് ഒരാളങ്ങനെ എഴുതി പരസ്യപ്പെടുത്തുന്നത്? എനിക്ക് ജീവിക്കാൻ വഴിയില്ല, ഞാൻ മരണമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അവയവങ്ങൾ വിറ്റ് ജീവിക്കേണ്ട ദുർഗതിയിലാണ് ഞാനെന്ന് പറയുന്ന ആയിരങ്ങൾ അധിവസിക്കുന്ന ഒരു കേരളത്തിൽ നിന്നാണ് നിങ്ങളൊരു വീരാളി പട്ടുമായിട്ട് അയാളെ പുതപ്പിക്കാൻ പോയിരിക്കുന്നത്. അതിന് അയാളെ ഞാൻ കുറ്റം പറയില്ല, നിങ്ങളുടെ തെറ്റാണ്. പറഞ്ഞാൽ വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ചിത്തഭ്രമത്തോളം വ്യാപ്തിയുള്ളതായി തീരുമ്പോഴുണ്ടാകുന്ന ഒരു അഹന്ത. ആ അഹന്ത ഒരു സംസ്ഥാനം എങ്ങനെ താങ്ങും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇത്രയും അതിനെക്കുറിച്ച് പറയണം. ഇപ്പോൾ കടകൾ തുറക്കണമെന്ന് IMAക്കാർ പറയുന്നു. നാളെ അടയ്ക്കുകയോ ചെയ്യുന്ന നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ കരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. ബട്ട് വെൻ യു ഹാവ് എ സിഗ്നൽ ദർ ഇസ് ഡേഞ്ചർ, നമുക്ക് ട്രെഞ്ചിലോട്ട് പോകാം. അല്ലാത്തപ്പോൾ നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്ത് തന്നെ പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ഒരു സൈറൺ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകും. അത് പകർച്ചവ്യാധിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, COVID-19 എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം നമുക്കിവിടെ വലിയ കെടുതികൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ 149 വ്യാജ മരണ സർട്ടിഫിക്കറ്റുകൾ എഴുതി. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ വളരെ അയുക്തികവും അസാധാരണവുമായ ചില സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നമ്മളതിനെ മാജിക്കൽ റിയലിസം എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ അവസ്ഥയാണ്. ഒരു ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ ICMR തന്നെ കൽപ്പന പുറപ്പെടുവിക്കുന്നു, നിങ്ങൾ വ്യാജ മരണ സർട്ടിഫിക്കറ്റുകൾ എഴുതുക. എല്ലാവരും വ്യാജ മരണ സർട്ടിഫിക്കറ്റുകൾ എഴുതുന്നു. ആ ഒരവസ്ഥ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ശോഭനമായ ഒരു കാര്യമല്ല. പിന്നെ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്, കൊല്ലത്തൊരാൾ തീ കൊളുത്തി മരിച്ചു. ഇപ്പോൾ മരിക്കുന്നതിന് കുറേ കൂടിയൊക്കെ ഈ സ്വയം വെന്ത് മരിക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നൊരു പ്രതികാര വാസനയുണ്ട്. അതിൽ ഈ ലോകത്തോട് തന്നെയുള്ള പ്രതികരിക്കാനുള്ള വാസനയുണ്ട്. ഞാനിങ്ങനെ വെന്ത് മരിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും വേദന കൂടാതെയുള്ള ഒരു ആത്മഹത്യയായിരിക്കും മിക്കവാറുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അധികം ഉറക്ക ഗുളിക കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലരെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഡയബറ്റീസ് രോഗമൊന്നും നിങ്ങൾക്ക് ഇല്ലാതിരിക്കുക, നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ ഒരു 10 ഗുളിക തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലോ ആവും, നിങ്ങൾ മരിച്ചു പോകും. നിങ്ങളറിയില്ല, ആരും അറിയില്ല. ഒരു തളർച്ച കുഴഞ്ഞ് വീണ് മരിച്ചു. അങ്ങനെയാണ് മിക്കവാറും കുഴഞ്ഞ് വീണ് മരിക്കുന്നത്. ഷുഗർ താഴോട്ട് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞ് വീണ് മരിക്കും. അപ്പോൾ അത് ആരെങ്കിലും കൊടുത്തത് നമ്മൾ അറിയാതെ എടുത്ത് കഴിച്ച് ഡോസ് കൂടിപ്പോയതോ, അതാണ് ഏറ്റവും സുഖകരമായ ആത്മഹത്യക്കുള്ള വഴിയെന്ന് പറയുന്നത്. പിന്നെ പോയിസൺ കഴിച്ച് മരിക്കാം. ഉറക്കഗുളിയൊക്കെ ഒരുപാടൊക്കെ കഴിച്ചാലൊന്നും ആരും മരിക്കില്ല. ഇപ്പോഴൊന്നും അങ്ങനെ ആൾ മരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ആളുകൾ ഈ പറഞ്ഞ ഒതളങ്ങാന്ന് മരിക്കുമായിരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. തീ കൊളുത്തി മരിക്കുക അല്ലെങ്കിൽ തീ കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് ഒരു മരണത്തിൻ്റെ ഒരു ആത്മഹത്യ മാത്രമല്ല, അതൊരു പ്രതിഷേധം കൂടെയാണ്. അതായത് ഒരു ആത്മാഹൂതിയുടെ സ്വഭാവം അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് മാനേജറായ ഒരു സ്ത്രീ, അവർ വെന്തു മരിച്ചു എന്നാണ് പറയുന്നത്. അവർ മണ്ണെണ്ണ സ്റ്റവ് എന്നാണോ എന്തായാലും തീ പിടിച്ചാണ് മരിക്കുന്നത്. ജീവിതത്തിന് തീ പിടിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളിവിടെ കൊല്ലത്ത് തീ കൊളുത്തി മരിക്കുമ്പോൾ ഒരു ബാങ്ക് മാനേജർ മറ്റൊരിടത്ത് തീ പിടിച്ചു മരിക്കുന്നു.
അപ്പോൾ തീ പിടിച്ച് മരിക്കുന്നവരുടെയും വെട്ടേറ്റ് മരിക്കുന്നവരുടെയും ഒരു ലോകമായിട്ട് മാറുകയാണ്. നമ്മൾ ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ് എൻ്റെ ഓർമ്മ, അത് ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഈ പ്രാവശ്യം ഭരണാധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ക്രമസമാധാന പട്ടികയിൽ നടന്നിട്ടുള്ള അക്രമങ്ങളുടെ കണക്ക്, ഈ കള്ളക്കടത്തിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉൾപ്പെടെ നടന്നിട്ടുള്ള അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കണക്കൊന്നും എടുത്ത് നോക്കുക, ഗാർഹിക കൊലപാതകങ്ങളുടെ കണക്കെടുത്ത് നോക്കുക, കുടുംബ കൊലപാതകങ്ങളുടെ കണക്കെടുത്ത് നോക്കുക, ആത്മഹത്യകളുടെ കണക്കെടുത്ത് നോക്കുക. ക്രമസമാധാനം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എക്കോണമിയാണ്. അതായത് എക്കണോമിക് അഫയേഴ്സ് ആൻഡ് പ്ലാനിങ്ങിൻ്റെ മന്ത്രിയാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി, രണ്ടാമതായിട്ട് ആഭ്യന്തര മന്ത്രിയാണ്. ഈ രണ്ട് ജോലിയും ചെയ്യാൻ അറിയാത്ത ഒരാളിനെ ആ ജോലിക്ക് നമ്മൾ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. ഈ രണ്ട് രംഗത്തും പരാജയമാണ്. നിങ്ങളീ കാണുന്ന ഇപ്പോൾ തീ കൊളുത്തി മരിച്ചു, ഒരാൾ സ്വയം തീ കൊളുത്തി മരിച്ചു, ഒരാൾ വെന്തു മരിച്ചു. അങ്ങനെ ഈ ജീവിതത്തിന് എന്തുകൊണ്ട് തീ പിടിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പണ്ട് സി.എൽ. ജോസ് നാടകം എഴുതുമ്പോൾ ഒരു നാടകത്തിൻ്റെ ടൈറ്റിൽ എന്താ, തീ പിടിച്ച ആത്മാവെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നതൊരു ഭയങ്കര ഫിഗറേറ്റീവായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ആത്മാക്കൾക്ക് തീ പിടിക്കുകയാണ്, തീ പിടിച്ച ജീവിതങ്ങളാണ്. മരിക്കുന്നതൊക്കെ തീ പിടിച്ച് മരിക്കണമെന്ന് തന്നെ നിർബന്ധമുള്ളതുപോലെ, ശാഠ്യമുള്ളതുപോലെ അവർ അങ്ങനെ വെന്ത് നിലവിളിച്ച് മരിക്കുന്നു ഞാനെന്ന് ലോകത്തോട് വിളിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും തീവ്രത ആത്മഹത്യകൾക്കുണ്ടാകുന്നത്? വെന്ത് മരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു തീവ്രത, ഒരു ട്രെയിൻ കയറി മരിച്ചു കഴിഞ്ഞാലും മരിക്കുന്നവർ ആ നിമിഷം മാത്രമേ അതറിയൂ. ഇത് വെന്ത് മരിക്കുന്നതിൻ്റെ തീവ്രത ഞാൻ അനുഭവിക്കുന്നു. മരണത്തിൻ്റെ മുഴുവൻ തീവ്രതയും ഞാൻ അനുഭവിച്ചുകൊണ്ട് ലോകത്തോടിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ബോധപൂർവം ചെയ്യുന്നതല്ല, പക്ഷേ കണ്ടു നിൽക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് കേരളം എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഇവിടെ നിന്ന് അയാളെ പുതപ്പിക്കാനായിട്ട് പൊന്നാടയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് അതാണ് അത്യാവശ്യം, ഈ പൊന്നാടയാണ് അത്യാവശ്യം, അതിലൂടെ നിങ്ങൾ ലോകത്തെ രക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയും മകനും നെഗറ്റീവ് ആയതിനു ശേഷം, അത് ഇപ്പോഴും നെഗറ്റീവ് ആയതിനു ശേഷം ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതായത് അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് വേവ് വന്നതിന് ശേഷം, അതായത് നിങ്ങൾ ഈ രോഗബാധ സംശയിക്കുന്നവരെയും ടെസ്റ്റുകളിലൂടെ രോഗമുണ്ട് എന്ന് പറയുന്നവരെയും പിടിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഈ കോവിഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരുപക്ഷെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. നിങ്ങൾ റെംഡെസിവിറോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടലോ തടസ്സമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാകും. ഡെക്സോമെഥാസോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റിറോയിഡിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങൾ വളരെ ആസന്നമായിരിക്കും, ഭയങ്കരമായിട്ട് പരവേശപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്റ്റിറോയിഡ് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ശമനം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ്. നിങ്ങൾ ആദ്യം നെഗറ്റീവാണോ പോസിറ്റീവാണോ? പോസിറ്റീവ് പറഞ്ഞില്ലേ, ആദ്യം രോഗമുണ്ടായിരുന്ന കോവിഡ് രോഗി, കേരളത്തിൽ ആദ്യം കോവിഡ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ആളല്ല. ആ കൊച്ചിന് രോഗമൊന്നും ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കോവിഡാണ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചികിത്സ നടത്തി, എന്തായാലും അത് നിങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും കോവിഡ്, രണ്ടാമത് വന്നതും കോവിഡല്ല. അതിനെന്തെങ്കിലും ശ്വാസസംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ പൾമണോളജിസ്റ്റുകൾ ആരെങ്കിലും കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ടു. അതിന് പകരം വീണ്ടും കോവിഡ് എന്നും പറഞ്ഞ് പിടിച്ച് കിടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കഷ്ടമായിരിക്കും. അതിനെന്തൊക്കെ ലക്ഷണങ്ങൾ കാണുന്നു. അതിന് ഏതൊട്ടും പനിയും വന്നിടാനൊന്നുമില്ല. നിങ്ങൾ തന്നെ പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഈ 4.5 ലക്ഷം കുട്ടികൾക്ക് കോവിഡ് തനിയെ വന്നു പോയെന്ന്. അത് തനിയെ വന്നു പോകും, അല്ലെങ്കിൽ അത് കടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ട് കാണിച്ചാൽ ഡോക്ടർമാരത് ചെയ്തോളും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഈ സെക്കൻഡ് വേവ് വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 പേർക്ക് വരുന്നു, 2 പേരും നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 2 പേരും മരിക്കുന്നു. പ്രോബ്ലി യു ആർ ഗെറ്റിംഗ് സം മെഡിക്കേഷൻ ഫോർ ദി സപ്പോസ്ഡ് ഡിസീസ് എന്നേ പറയാം, കോവിഡ്. അത് റെംഡെസിവിർ ആയിരിക്കാം നിങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റിറോയിഡ് ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ
കൈവിരലൊരു മുറിവ് പറ്റിയെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റെറോയിഡ് എഴുതി കൊടുക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇന്നുണ്ട് പല ഞാൻ വേണമെങ്കിൽ അതിൻ്റെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു തരാം. ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിലും അങ്ങനെ സ്റ്റെറോയിഡ് എഴുതില്ലായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും രോഗം വന്നു കഴിച്ചാൽ സ്റ്റെറോയിഡ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടോ എന്തെങ്കിലും അസുഖമായിട്ട് ചെല്ലുന്നവർക്ക് താൽക്കാലികമായ ശമനം കിട്ടും. ശമനം കിട്ടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവരെ അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഇത് പറഞ്ഞില്ല, ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും രോഗമില്ല എന്നുള്ളതാണ്. ഒരു രോഗം കാണില്ല, ചെറിയ ശ്വാസം മുട്ടലാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇല്ലാതായി തീരുന്നതാണ്. ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഇല്ലാതായി തീരും. പല ചെറിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ശ്വാസകോശ രോഗികളായിരിക്കും. അവരെ നിങ്ങൾ പിടിച്ച് കിടത്തിയിട്ട് അവർക്ക് കോവിഡ് ആണെന്നും പറഞ്ഞിട്ട് സ്റ്റെറോയിഡ് കൊടുക്കും. ഇതിന് റെംഡിസിവിറൊക്കെ അറ്റ കൈക്ക് കൊടുത്താൽ മതി എന്നൊക്കെയാണ് അങ്ങനെ പറയുന്നത്. കോർട്ടിസ്റ്റെറോയിഡോ അങ്ങനെ കൊടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരിപ്പോൾ സ്റ്റെറോയിഡ് സർവ്വസാധാരണമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെറോയിഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു ശമനം ഉണ്ടാകും. ശമനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ രോഗം തീർന്നെന്നും പറഞ്ഞ് നെഗറ്റീവ് ആണെന്നൊരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് രോഗം അവിടെ നിൽക്കുകയാണ്. ആ രോഗം നിൽക്കുന്നത് അത് ന്യൂമോണിക്കായിട്ട് ടേൺ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിട്ട് വരിക, അത് എസ്കലേറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് 2 പേരും മരിക്കുന്നു. ഇങ്ങനെയുള്ള കേസസ് ഈ 2ാം തരംഗത്തിൽ എത്ര ഉണ്ടെന്ന് ദയവേത് നിങ്ങൾ ഈ കുറേ സർവേ നടക്കുന്നുണ്ടല്ലോ, സീറോ സർവേ ഒക്കെ നടക്കുന്നുണ്ടല്ലേ, അതിനേക്കാളും എളുപ്പമാണ് ഈ മരണങ്ങളുടെ എണ്ണം. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മകനും മരിക്കുന്നു, അമ്മയും മകനും മരിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ആദ്യത്തെ ഘട്ടത്തിലില്ലായിരുന്നു. 2ാം ഘട്ടത്തിൽ എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ 2ാം ഘട്ടത്തിൽ നിങ്ങൾ കോവിഡിന് മെഡിക്കേഷൻ തുടങ്ങി. ആദ്യ ഘട്ടത്തിൽ കോവിഡിന് പ്രത്യേകമായിട്ടുള്ള മെഡിക്കേഷൻ ആയിരുന്നു. നിങ്ങൾ മിക്കവാറും മറ്റുള്ള മോർബിഡിറ്റീസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മറ്റുള്ള മോർബിഡിറ്റീസിലേക്ക് നിങ്ങൾ പോകാതെ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഈ പറയുന്ന സ്റ്റിറോയിഡ് കൊടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഉടനെ ഫലം കാണുകയും നിങ്ങൾ രോഗികളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അവർ വീട്ടിൽ പോയി നെഗറ്റീവായിട്ട് സ്വസ്ഥമായി മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിലെ പിഴവാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ബോധം നമ്മുടെ വൈദ്യ ചികിത്സകന്മാർക്ക് ഉണ്ടാകണം, വൈദ്യശാസ്ത്ര ചികിത്സകന്മാർക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയ കഥകളിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യവസായ മന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ പറയുന്നത് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. എനിക്കതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിക്ഷേപം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിന് അർത്ഥമുണ്ട്. അത് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ് ക്യാൻ ബി എ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏത് തരത്തിലുള്ള നിക്ഷേപവുമാകാം. ഇതിലെ ഏത് നിക്ഷേപത്തിനാണ് കേരളം സൗഹൃദമാകുന്നതും സൗഹൃദമല്ലാത്തതും. അതായത് നിക്ഷേപം എന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം സ്വകാര്യം അല്ലെങ്കിൽ വിദേശം, സ്വകാര്യ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ നിക്ഷേപം. അങ്ങനെ അല്ലാതെ ഒരു നിക്ഷേപം ഇല്ല എന്ന് ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന, അങ്ങനെ ഒരു മൗഢ്യത്തിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് നമ്മൾ ഈ നിക്ഷേപ സൗഹൃദം നിക്ഷേപിച്ചാലും നിക്ഷേപിക്കുന്നവന് കാശ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ. അതിലൊരു പ്രധാന റെമഡി എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് മാക്സിമം പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുകയും പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. അത് ലൈഫ് മിഷൻ പോലെ ആകരുത്, അത് സ്പ്രിംഗ്ലർ പോലെ ആകരുത്. അതെല്ലാം കൈക്കൂലിയുടെ ബന്ധം. നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് പൊതുമുതൽ എങ്ങനെ കൊള്ള ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി വളരെ കൃത്യമായ ഒരു പദ്ധതിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞില്ല, ഇവിടെ ആദ്യം നിരോധിക്കേണ്ടത് ഇതല്ല, ഈ ആളുകളുടെ കൂട്ടം കൂടലോ അല്ലെങ്കിൽ ഈ കണ്ണും മൂക്കും തുറന്നു വയ്ക്കലോ ഒന്നുമല്ല നിരോധിക്കേണ്ടത്. ആദ്യം നിരോധിക്കേണ്ടത് ഈ ടൂറിസമാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യേണ്ടത് ടൂറിസമാണ്. ടൂറിസത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ കുറേ അധികം കാശ് ചിലവാക്കുകയും അതിൽ കവിഞ്ഞ് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് കള്ളച്ചാരായം വിൽക്കുന്നതിൽ നിന്ന്, മദ്യം വിൽക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ നിക്ഷേപം, ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം, മദ്യവിൽപ്പനയിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നുണ്ട്. ആ നിക്ഷേപത്തിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് കിട്ടുന്നു, അത് ലാഭം ഉണ്ടാകുന്നു. ആ ലാഭമൊന്നും ഒരു ഗവൺമെൻറ് ചെയ്യാവുന്നൊരു കാര്യമല്ല. അങ്ങനെയല്ല ഗവൺമെൻറ് പണം ഉണ്ടാക്കേണ്ടത്. ഒരു കൺസ്യൂമറെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട്
നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10 ഇരട്ടി ഗവൺമെൻറ് തന്നെ അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവനെ ഒരു അസാധുവാക്കാനായിട്ട് അസാധുക്കളുടെ ഒരു നീണ്ട നിര ഈ കേരളത്തിലും ഈ ക്യൂ നിൽക്കുന്നതൊക്കെ ഇവരാണ്, വർക്കിംഗ് ക്ലാസ്സാണ്. അല്ലെങ്കിൽ അവരുടെ മറ്റവരുടെ ഏജൻ്റായിട്ട് ഒരു ചെറിയ കൈമടക്കം വാങ്ങി മദ്യം വാങ്ങിക്കൊടുക്കാൻ നടക്കുന്നത് ഒരു അഭിമാനികളായ മധ്യവർഗക്കാരുടെ. നിങ്ങൾ ഈ പറഞ്ഞില്ലേ അമിതമായ മദ്യപാനം, ഹെറോയിൻ, ഈ കഞ്ചാവ്, ഈ മോർഫിൻ, ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സമൂഹത്തെ മുഴുവനും അതിൻ്റെ വലയത്തിൽ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നൊരിതുണ്ട്. ഇപ്പോൾ ഈ വല്ലപ്പോഴും ഈ ജോലി ചെയ്യുന്നവരും അധ്വാനിക്കുന്നവരും വല്ലപ്പോഴും ഒന്നും മദ്യപിക്കുന്ന ഇവിടുത്തെ മെയിൽ ക്ലാസ് പണ്ട് മുതലേ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ മദ്യപിക്കുന്നതിൽ അത്ര വലിയ തകരാറൊന്നുമില്ല. അവർക്കൊക്കെ ഒരു ലിമിറ്റ് വരെ മദ്യപിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഈ വരുമാനത്തിൻ്റെ പ്രധാന മാർഗം ഈ കേരള ഗവൺമെൻറ് പ്രധാന നിക്ഷേപം എന്തിലാണ്? ടൂറിസത്തിലും മദ്യത്തിലുമാണ്. ഇത് രണ്ടും ശരിയായ നിക്ഷേപങ്ങളല്ല. അത് രണ്ടും വ്യവസായങ്ങളല്ല. ടൂറിസം ഒരു വ്യവസായമല്ല. ഈ പറയുന്ന മദ്യത്തിൽ നിങ്ങൾ നടന്ന നിക്ഷേപവും നിങ്ങളെ മദ്യ വ്യവസായം എന്ന് അതിന് പറയുമെങ്കിലും അതല്ല. അതായത് മനുഷ്യനെ ഈ പ്രോഡക്റ്റീവായിട്ട് അവനെ ഹെൽത്തിയാക്കി മാറ്റി തീർക്കുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ വർദ്ധമാനമാക്കി തീർക്കുന്ന പ്രൊഡക്ഷനെയാണ് ശരിയായിട്ടുള്ള വ്യാവസായികവും കാർഷികവുമായ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഞ്ചാവ് കൃഷി ചെയ്യുന്നവനാണ് ഏറ്റവും മിടുക്കനായ കൃഷിക്കാരൻ എന്ന് നമ്മൾ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയാണ് ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദമാണ്. അവിടെ എല്ലാം നിക്ഷേപ സൗഹൃദമാണ്. എല്ലാവരും തമ്മിൽ ഭയങ്കരമായ സൗഹൃദമാണ്. ഒരു കുഴപ്പവുമില്ല. വാങ്ങുന്നവനും കുടിക്കുന്നവനും ഉണ്ടാക്കുന്നവനും തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് അവിടുത്തെ നിക്ഷേപത്തിന്. അപ്പോൾ ഇവിടെ ഈ 2 മേഖലകളിൽ മാത്രമേ നിക്ഷേപമുള്ളൂ കേരളത്തിൽ. കേരളത്തിൻ്റെ ആകെ നിക്ഷേപം എന്ന് പറയുന്നത് കള്ളും, പിന്നെ ഒരു നിക്ഷേപമുള്ളത് ലോട്ടറിയിലാണ്. ചൂതാട്ടം, കള്ള്, പിന്നെ ഈ പറഞ്ഞതുപോലെ അത് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അവസ്ഥ കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ മോശപ്പെട്ട രീതിയിൽ ടൂറിസം ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ജനിച്ച നാട്, എൻ്റെ നാടിലേക്ക് ഇത് കയറി വരുമ്പോൾ എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാനൊരു കടലോര ദേശത്താണ് ജനിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ഇതായിട്ട് ഈ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ ഈ പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഒരു സൗന്ദര്യാനുഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കടൽ തീരത്ത് അതിൻ്റെ കുന്നിൻ ചെരുവുകളിലൂടെ ഒരുപാട് നടന്ന് ശീലിച്ചിട്ടുള്ള എനിക്ക് അവിടെ ഇപ്പോൾ എന്ത് നടക്കുന്നത് വെച്ചാൽ 6 വിദേശ വനിതകളെ ആക്രമിച്ചു എന്നുള്ള ന്യൂസാണ് ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ വിദേശ വനിതകളൊന്നും വന്നില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് അത്യാവശ്യം വേണ്ടിയുള്ള ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഒഴിവ് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ മുഖംമൂടികൾ മാറ്റാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു 6 വർഷം കഴിഞ്ഞെങ്കിലും മാറ്റാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊന്നും ഈ ഭൂമുഖത്തുണ്ടാവില്ല, എത്ര പേരുണ്ടാകുമെന്നറിയില്ല. IMA-കാരെന്നാലും അന്ന് ഇവിടെ ഉണ്ടാകും. അപ്പോൾ IMA-കാരുടെ കുട്ടികൾക്ക് അന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മുഴുവനും വിദേശികളും ഈ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുമാണെങ്കിൽ IMA-കാർക്ക് അവരുടെ കുട്ടികളെയും കൊണ്ട് കടൽ തീരത്തൊന്നും പോകാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലായി. IMA-കാരും മുഖ്യമന്ത്രിയുടെ അനുയായികളും മാത്രമേ ഒരു 6 വർഷം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലുണ്ടാവും. വേറെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചറിൽ നമ്മൾ നിക്ഷേപം നടത്തണം. പറയില്ല, നമുക്ക് പണ്ടൊരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളീ പറഞ്ഞ് നമ്മളിൽ കുളം നികത്തില്ല, കുളം അടഞ്ഞു പോയി, അടഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അണക്കെട്ടുകൾ കെട്ടിയിട്ട് നമുക്കൊരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. നമുക്ക് കൈത്തോടുകളുണ്ടായിരുന്നു. ഇറിഗേഷൻ സിസ്റ്റം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ കല്ലട ഡാം പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് വലിയ വലിയ ചാലുകളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, പണ്ട് മഹാരാജാവ് പോയിക്കൊണ്ടിരുന്ന പറയില്ല ശിവഗിരി കനാലിൽ കൂടെ ഒക്കെ പോകുന്ന അതൊക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ ആളുകൾ, പഴയ കാലത്തെ ആളുകൾ പണി ചെയ്തുണ്ടാക്കിയതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത്. ആളുകൾ ചെയ്ത പരിസ്ഥിതി പ്രവർത്തനം, ആൻഡ് ഇറ്റ് ഈസ് ഇറിഗേഷൻ. അതിൽ നിന്നും കൈത്തോടുകളായിട്ട് നമുക്ക് കൃഷിക്ക് ഉപയുക്തമായൊരു ഭൂമി, ഇത് ഒരു പ്രദേശത്തെ മുഴുവൻ നനച്ചുകൊണ്ട് പോവുകയാണ് ഈ കൈത്തോടുകളെന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലെ കൈത്തോടുകൾ, ഒരു ഇറിഗേഷൻ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറിഗേഷൻ എനിക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറിഗേഷന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡാമുകളുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ.
അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഉണങ്ങി വറ്റിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ കൊടുത്തിരുന്നൊരു ശ്രദ്ധ, അതിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മൾ ഇറിഗേഷനെ നമ്മൾ ഈ സമ്പൂർണ്ണമായിട്ട് നിരാകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇറിഗേഷൻ ഉണ്ടാകുമ്പോൾ പ്രൊഡക്ഷനും ഉണ്ടാകും. പ്രൊഡക്ഷൻ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നെൽവയലുകൾ നശിച്ചു പോയി എങ്കിൽ, നമ്മുടെ കാർഷിക വിളകൾ നശിച്ചു പോയെങ്കിൽ, നമ്മുടെ റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഈ പറഞ്ഞില്ലേ നെൽവയലുകൾ അത് കയ്യേറുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് വാഴ വെട്ടാനായിട്ട് ഈ അച്ഛൻ പറഞ്ഞ നിസ്സാരമായ കാര്യമൊന്നുമല്ല. ചീനി ഉണ്ടായിരുന്നു. ചീനിയുടെ ഒരു ഒരു എഡിബിൾ ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അരിക്കൊപ്പം നിൽക്കുന്ന ഒരു സംഭവമാണ് ചീനി എന്ന് പറയുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒന്നാണ്. ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. അതിപ്പോഴും വളരെ കൃത്രിമമായിട്ട് ഒരുപാട് ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് വേറെ തൈകൾ കൊണ്ടൊന്ന് പിടിപ്പിക്കുകയാണ്. അത് അത്ര ഫലപ്രദമാകുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇറിഗേഷൻ വേണ്ടി വരും. അവിടെയൊക്കെ ഇപ്പോൾ ഓരോരുത്തരും പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ കുളമൊക്കെ കുഴിച്ചിട്ട് അവിടെ ഒരു ഇറിഗേഷൻ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപ സൗഹൃദം എന്ന് പറയുമ്പോൾ, നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം മനസ്സിലാക്കിയിരിക്കുന്നത് സ്വകാര്യ മുതലാളി അല്ലെങ്കിൽ വിദേശ മുതലാളി എന്നാണ്. നിക്ഷേപം മുതലാളിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും നിക്ഷേപമില്ല. നമ്മുടെ നിക്ഷേപം മുഴുവൻ കള്ളിലും ഈ ലോട്ടറിയിലും ടൂറിസത്തിലുമാണ് നമ്മുടെ നിക്ഷേപം മുഴുവനും. നമുക്ക് പറഞ്ഞില്ലേ, നമുക്കൊരു വലിയ വ്യവസായം, ഒരു മെഗാ ഇൻഡസ്ട്രി നടത്താനുള്ള നിക്ഷേപം ഈ 3 ഭാഗത്തുനിന്നും കിട്ടുന്ന, അവിടെ നമ്മൾ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2-3 മെഗാ പ്രോജക്റ്റുകൾ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. നമ്മുടെ സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. ആ സ്ഥലം അന്യന് കൊടുത്ത് നീ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. ഒരാൾക്ക് തെലുങ്കാനയിൽ പോയി, തെലുങ്കാന ചെന്നിട്ട് അവിടെ പറഞ്ഞിട്ട് തെലുങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടി ചേരാൻ സമ്മതിച്ച്, അപ്പോൾ അതിൻ്റെ നേതാവാകാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. ഇയാൾ ഇതാണ്, ഒരു വലിയ മുതലാളിയാണ്. അതായത് അത് സാബുവിൻ്റെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. മലപ്പുറത്തൊക്കെ ഉള്ള കുറേ മുതലാളിമാരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന്, ഇപ്പോൾ VKC പാർട്ടിയിൽ ഇട്ട് കൊണ്ടുവന്ന് പാർട്ടി കാൻഡിഡേറ്റാക്കി, അൻവറിനെ പാർട്ടി കാൻഡിഡേറ്റാക്കി. അപ്പോൾ സാബുവിന് ഒരു ആഗ്രഹം ഉണ്ടായി, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിളിച്ചുകൊണ്ട് വന്ന് എന്നെ അവരുടെ ഒരു സ്ഥാനാർത്ഥിയാക്കുമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ആരും ചെയ്തില്ല. അതുകൊണ്ട് സാബു ഒരു പാർട്ടി ഉണ്ടാക്കി. ആകെ നാശമായി. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ, മുതലാളി ഈ ഒരു പാർട്ടിയുടെ ഒരു ആളെന്ന നിലയിൽ നിൽക്കുന്നതും മുതലാളി തന്നെ ഒരു പാർട്ടിയായി തീരുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അത് മുതലാളി ഒരു ഭരണകർത്താവായി തീരുന്നു എന്ന് പറയുന്നൊരവസ്ഥയ്ക്കായിരിക്കും മുതലാളി ചില സിനിമാ താരങ്ങളെ നിർത്തുന്ന പോലെ കുറേ ലിമിറ്റ്സിനും അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചത്. അതൊക്കെ എന്ന് പറയുന്നത് പാർട്ടിയുടെ അപചയത്തിൻ്റെ പടുകുഴിയിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഈ അൻവറൊക്കെ പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത്. VKC എന്നൊക്കെ പറഞ്ഞാൽ എത്ര മഹാനായ ആളായ പോലും, ഞാൻ പറയില്ല, അദ്ദേഹം ഒന്നും ഇവിടെ വരാൻ പാടുള്ള ആളല്ല. അദ്ദേഹത്തിനൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല CPM എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഹീ ക്യാൻ ബി ഫ്രണ്ട്ലി വിത്ത് ദി പാർട്ടി, അതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് മുതലാളിമാർ ഈ പാർട്ടിയായിട്ട് സൗഹൃദമുണ്ട്. അതൊക്കെ നിക്ഷേപ സൗഹൃദങ്ങൾ തന്നെയാണ്. മുതലാളിമാരുടെ സൗഹൃദങ്ങളൊക്കെ നിക്ഷേപ സൗഹൃദം. ഒരുപാട് സൗഹൃദമുണ്ട്. ഇപ്പോൾ കല്യാണരാമനും പറഞ്ഞത്, ഇദ്ദേഹം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശവപേടകം നയിച്ചുകൊണ്ട് യാത്ര നടത്തി തൃശ്ശൂരെത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പ്രാതൽ കൊടുക്കുന്നത് കല്യാണരാമനാണ്. കല്യാണ ഇൻഡസ്ട്രീസിൻ്റെ ആളാണ് അദ്ദേഹം. നിക്ഷേപ സൗഹൃദമല്ലേ, നിക്ഷേപം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് പാർട്ടിയോട് സൗഹൃദമുണ്ട്. പക്ഷേ കല്യാണരാമൻ നാളെ കയറിയിട്ട് പിണറായി വിജയൻ മാറി നിൽക്കും, ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ വിട്ടുകൊടുക്കില്ല. ആ ഒരു തർക്കമേ ഉള്ളൂ സാബുവും ഈ പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടിക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത്. സാബു പറഞ്ഞ്, ഇനി നിങ്ങളങ്ങോട്ട് മാറി, ഞാൻ MLA ആകാം. എത്ര മുതലാളിമാരെ നിങ്ങൾ MLA മാരാക്കി, അതുപോലെ ഞാനും ഒരു മുതലാളിയല്ലേ, ഇത്രയും കാലമായിട്ട് ഞാനിവിടെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്ന കിഴക്കമ്പലത്തിലെ ആളുകളെ മുഴുവൻ പ്രലോഭിപ്പിച്ച് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ എത്രയോ കാലമായിട്ട് ആളുകളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ കാശ്, ആ കാശെല്ലാം ഇങ്ങോട്ട് മറിച്ച് ഒരു സർക്കസ് കാണിച്ചതിൻ്റെ അനന്തരഫലമാണല്ലോ. അതിൽ പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ല. അയാളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയാൾക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, അയാൾ ആരാണെന്ന് അയാൾക്ക് തിരിച്ചറിഞ്ഞൂടാ, അയാൾക്ക് കേരളം എന്താണെന്ന് അറിഞ്ഞൂടാ. അയാൾ തെലുങ്കാനയിൽ പോയിട്ട് ഇപ്പോൾ പറഞ്ഞില്ല, അവിടെ ഇപ്പോൾ ആരുടെ പാർട്ടിയിലാണ് നീ ചേരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അവിടെ വലിയ മുഖ്യമന്ത്രി മറ്റായിട്ട് വരും. സാബു തെലുങ്കാനയിലെ മുഖ്യമന്ത്രിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ വെറും നിക്ഷേപകനായിട്ടല്ല, അവിടെ ഏത് പാർട്ടിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്, അവിടെ ഇപ്പോൾ തെലുങ്കാന ഭരിക്കുന്ന ആ പാർട്ടിയിൽ തന്നെ അദ്ദേഹം മിക്കവാറും ചേരാം. ചിലപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടും വരും. അവർ തെലുങ്കന്മാർ അവിടെ
തെലങ്കാനയിൽ അത്ര വലിയ ഒരു തെലങ്കാന സ്റ്റേറ്റിന് വേണ്ടി പ്രശ്നം നടത്തിയെങ്കിലും അവർക്ക് അത്ര വലിയ പ്രാദേശികതയൊന്നുമില്ല. അങ്ങനെ ഉള്ളൊരു സംസ്ഥാനമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വ്യവസായ മന്ത്രിക്ക് ഒരു മിനിമം വിവരം വേണം. അതായത് ഈ നിക്ഷേപ സൗഹൃദം എന്ന് പറയുമ്പോഴത്തേക്ക് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നിക്ഷേപത്തിന് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ സം പ്രോഡക്റ്റീവ് എൻ്റർപ്രൈസ്, പ്രോഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും സംരംഭത്തിന് വേണ്ടിയുള്ള ഒരു നിക്ഷേപത്തിനാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനോട് ഒരു ജനത ഒരിക്കലും ഒരു ശത്രുത കാണിക്കേണ്ടതില്ല. അത് കൈകാര്യം ചെയ്യുന്ന രീതിയോടാണ് ശത്രുത വരുന്നത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്മേൽ അധ്വാനിക്കുന്നവർക്കും അതിൻ്റെ നിക്ഷേപം കൊണ്ടുവരുന്നവർക്കും ആ നിക്ഷേപത്തെ അസംസ്കൃത പദാർത്ഥ രൂപത്തിൽ ആക്കിയെടുത്തിട്ട് ആ അസംസ്കൃത പദാർത്ഥത്തിന് മേൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അതിൻ്റെ മാർക്കറ്റിനും അതിന് ഒക്കെ നിശ്ചിതമായിട്ടുള്ള ചില പ്രതിഫലം അതിൽ നിന്ന് കിട്ടണം. ആ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഈ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അതൊരു ക്യാപിറ്റലായിട്ട് നിങ്ങൾ മണി ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന അസംസ്കൃത വിഭവമുണ്ട്, ആ അസംസ്കൃത വിഭവമായി മാറുകയാണ് പിന്നെ നിക്ഷേപം. അതിന്മേൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിയാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇതിനൊരു കമ്മോഡിറ്റി ആയിട്ട്, നിങ്ങൾക്കൊരു സെയിലബിൾ കമ്മോഡിറ്റി ആയിട്ട് ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്നവർ നിങ്ങളതിനൊരു സെയിലബിൾ കമ്മോഡിറ്റി ആക്കി മാറ്റുന്നു. അപ്പോൾ ആദ്യം അതിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്ന തൊഴിലാളിക്കാണ് ഇതിൽ ഏറ്റവും അധികം വേതനത്തിന് അർഹതയുള്ളത്. നിക്ഷേപകൻ്റേതായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കിട്ടും, തൊഴിലാളിക്ക് തൊഴിലാളിയുടേതായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനൊരു സെയിലബിൾ കമ്മ്യൂണിറ്റി, പ്രോഡക്റ്റിനെ ഒരു സെയിലബിൾ കമ്മോഡിറ്റി ആക്കുന്ന നിങ്ങൾക്ക്, അത് ആരാണ് നിങ്ങളാണ് ആക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെല്ലാം കൂടെ എത്രയാണ് മൊത്തത്തിൽ ചിലവാകുന്നത്? നിങ്ങളൊരു പറഞ്ഞില്ലേ 8 രൂപയുടെ സോപ്പിന് 125 രൂപ വിലയിടുന്നു. 125 രൂപ വിലയിടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ പറഞ്ഞില്ലേ അതിൽ 100 രൂപയും അല്ലെങ്കിൽ 105 രൂപയും നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അല്ല, അങ്ങനെ അല്ലാതെ വേറൊരു സൗഹൃദത്തിൻ്റെയും പ്രശ്നം ഇവിടെ ഇല്ല. അവിടെ സൗഹൃദവും ആൻറ്റഗോണിസവും അവിടെ ഉണ്ടായി വരുന്നത് ഇത് പങ്കുവയ്ക്കുന്നതിലുള്ള വൈരുദ്ധ്യമാണ്. അത് ഫോറിൻ ഇൻവെസ്റ്റർ ആയാലും പ്രൈവറ്റ് ഇൻവെസ്റ്റർ ആയാലും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അവിടെയൊക്കെ ഈ ഒരു തത്വം പ്രധാനമാണ്. അത് ഹൂ ടേക്സ് വിച്ച് ഷെയർ എന്നുള്ളതിൻ്റെയാണ്. ആൻഡ് വാട്ട് ഈസ് ദി നെസസിറ്റി ഓഫ് മേക്കിംഗ് എ പ്രോഡക്റ്റ് എ സെയിലബിൾ കമ്മോഡിറ്റി. അതിൽ മാർക്കറ്റ് അത്രയും വലിയൊരു അധിനിവേശ ശക്തിയായിട്ട് കടന്നുകൂടണോ? നമുക്ക് പ്രോഡക്റ്റിനെ അതിൻ്റെ ഒരു ഏറ്റവും ലളിതമായ ഒരു രൂപത്തിൽ, ഉദാഹരണത്തിന് ഹാൻഡെക്സ് എന്ന് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഹാൻഡെക്സിലെ പ്രോഡക്റ്റിന് സാബു ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനേക്കാളും വില കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ വലിയ കള്ളക്കളിയും തിരുമാലിത്തരവും നടക്കുന്നുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സെയിലബിൾ കമ്മോഡിറ്റി ആക്കേണ്ട മാറ്റമില്ല. ഹാൻഡെക്സിന് ഡിമാൻഡുണ്ട്, ആളുകൾ വാങ്ങുന്നുണ്ട്. അതിന് വില കൂടിയത് കൊണ്ടല്ല, അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് വാങ്ങുന്നത്. ആ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ വിലയും കൂടെ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ വില താഴോട്ട് വരും. കല്യാൺ സിൽക്സ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ വാങ്ങുന്ന സാരികൾ, ആ സാരികൾ അല്ലെങ്കിൽ ആ തരത്തിൽ ആ ഒരു ലെവലിൽ പോകാൻ കഴിയില്ലെങ്കിൽ പോലും അല്പം മോഡിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് മനുഷ്യന് ആവശ്യമുള്ള വലിയ ആർഭാടമില്ലാത്ത രീതിയിൽ മനുഷ്യന് ഈ ഉടുക്കാനുള്ളാവുന്ന എല്ലാത്തരം വസ്ത്രങ്ങളും നെയ്തെടുക്കാൻ ശേഷിയുള്ള, അതായത് ഇറ്റ് ഈസ് എ വീവേഴ്സ് ലാൻഡ്. അതിപ്പോൾ മഹാത്മാഗാന്ധി ഒരു ചർക്ക എടുത്ത് നൂല് നൂത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ് ഇന്ത്യ ഈസ് എ വ്യൂവേഴ്സ് ലാൻഡ്. പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പറ്റി പറയുമ്പോൾ പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ കിറ്റെക്സിൻ്റെ ഇതുമായിട്ട് നിങ്ങൾ അതിനെ ബന്ധപ്പെടുത്തണം. പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് കിറ്റെക്സ് 6000 കോടിയുടെ ലാഭം ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് പരുത്തിയുടെ സെക്ടറിലാണ്. ടെക്സ്റ്റൈൽസ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി എന്ന് പറഞ്ഞത്. മാർക്കറ്റിൻ്റെ അധിനിവേശത്തിൽ കർഷകൻ്റെ നട്ടലൊടിയുകയും ഈ പരുത്തി മരങ്ങൾ പിഴുതു വീഴുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പരുത്തി മരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങൾ, ഇപ്പോൾ കശുവണ്ടിയുടെ കാര്യം തന്നെ നമുക്കെടുക്കാം. നമ്മുടെ കശുവണ്ടി തോട്ടങ്ങൾ മുഴുവൻ നമ്മുടെ
കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി, ഏതാണ്ട് അപ്രത്യക്ഷം. എനിക്ക് തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് പോയിട്ടുള്ള കശുവണ്ടി തോട്ടങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, അതെല്ലാം അപ്രത്യക്ഷമായി. അതൊക്കെ അപ്രത്യക്ഷമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകുന്നു, ആ ഇൻഡസ്ട്രിക്ക് തകർച്ച ഉണ്ടാകുന്നു. ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും പറഞ്ഞില്ലേ, ഇപ്പോൾ കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നത് കശുവണ്ടി തോട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ മേഖലകളിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, അത് ഒരു പ്രൈവറ്റ് സെക്ടർ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു പബ്ലിക് സെക്ടർ മേഖലയിലേക്ക് ഈ കശുവണ്ടി കൃഷിയുടെ അല്ലെങ്കിൽ കശുവണ്ടി തോട്ടങ്ങളുടെ നിർമ്മാണം അതുകൂടി നമ്മൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കശുവണ്ടി നിൽക്കിയില്ല. അതുപോലെ തന്നെ നമ്മൾ തെങ്ങുകളെ നശിപ്പിച്ചു. രാസവള പ്രയോഗം കൊണ്ട് മിക്കവാറും നമ്മുടെ തെങ്ങുകളെല്ലാം ഉപയോഗശൂന്യമായി. തെങ്ങുകളുടെ ഈ ചിലപ്പോൾ എൻ്റെ നാടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഇതിൻ്റെ കോക്കനട്ടിൻ്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ഏറ്റവും കൂടുതൽ വലിയ വലിയ കൊലകളിങ്ങനെ ഉണ്ടായി വരുന്ന തെങ്ങിൻ്റെ ഒരു നാടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ അല്ല. തെങ്ങ് ഉണ്ട്, പേരിന് വേണ്ടിയുടെ ഉണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് കയറി വെട്ടുന്നത് തന്നെ നഷ്ടമാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഒരു ചെറിയ ഒരു 4-5 തെങ്ങ് ഒരു പറമ്പിലുണ്ടെങ്കിൽ അത് ഒരു വലിയ ഒരു സമ്പത്തായിരുന്ന ഒരു കാലമുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെ നിലനിർത്താൻ നമുക്ക് വലിയ അധ്വാനമൊന്നും വേണ്ട. അതായത് നമ്മൾ ഈ കൃത്രിമമായിട്ട് T/D ഒക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ്, 5 വർഷം കഴിയുമ്പോൾ വെട്ടിക്കളയുന്നത് എന്ന് വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതൊക്കെ യുക്തിസഹമാണോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകില്ല പച്ചക്കൃഷി എന്ന് പറയുന്നത്. പച്ചക്കൃഷി എന്നും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പച്ചക്കൃഷിയിൽ നിന്ന് നമുക്കൊരു വ്യവസായം ഉണ്ടാക്കാൻ പറ്റില്ല. ചില വ്യവസായങ്ങൾ ഉണ്ടാക്കാമായിരിക്കും, പക്ഷേ തെങ്ങിൽ നിന്നൊരു വ്യവസായമുണ്ട്. തെങ്ങിൻ്റെ ഓരോ അംശവും നമുക്ക് വ്യവസായത്തിന് ഉപകരിക്കും. അതുപോലെ കശുവണ്ടിയിൽ നിന്ന് നമുക്കൊരു വ്യവസായം ഉണ്ടാക്കാം, ഈറയിൽ നിന്ന് നമുക്കൊരു വ്യവസായം ഉണ്ടാക്കാം. ഈ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ലഭ്യത നഷ്ടപ്പെടത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് കുഞ്ഞേ നമ്മുടെ കേരളത്തിൻ്റെ മൗലികമായിട്ടുള്ള ഈ വിഭവ സമ്പത്തിനെ അതിനെ പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പുനഃസംഘടന എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പാലങ്ങളും കുറേ 6 വരി പാതയുണ്ടാക്കുന്നതല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാക്കി പാറമട മുഴുവൻ പൊളിക്കുന്നതല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഒരു ടെറസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. ആ ടെറസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എത്രത്തോളം ജലമുണ്ടാകണം, എത്രത്തോളം ഇറിഗേഷൻ ഉണ്ടാകണം, അവിടെ കൃഷി എങ്ങനെ ഉണ്ടാകണം, അതിൽ നിന്ന് എങ്ങനെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, ആ വിഭവങ്ങളെ എങ്ങനെ നമുക്ക് മറ്റൊരു വ്യവസായത്തിൻ്റെ തലത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. ഇപ്പോൾ പറയില്ലേ, കയറിൻ്റെ കാര്യം വരുമ്പോൾ എന്താ, കയർ ഇൻഡസ്ട്രി ആയിട്ട് മാറിയല്ലേ. അതിന് അടിസ്ഥാനമായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ചകിരി ഉണ്ടാകണം. ചകിരി ഉണ്ടാകണമെങ്കിൽ തെങ്ങുണ്ടാകണം. ആ തെങ്ങിൻ്റെ ലഭ്യതയിൽ നിന്നാണ് ഇവിടെ ഒരു കയർ വ്യവസായം, പുല്ല് വ്യവസായം ആദ്യം തന്നെ വന്നപ്പോഴത്തേക്ക് ആ ഇൻഡസ്ട്രിയെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഉപേക്ഷിച്ചിട്ട് നമ്മൾ കൈത്തറി ഇത് പുല്ല് വ്യവസായമായിട്ട് ഇത് കൊണ്ട് നടന്നു. അപ്പോൾ നിക്ഷേപങ്ങൾ, ഈ പറഞ്ഞ നിക്ഷേപങ്ങൾ മാത്രമല്ല, പുതിയ ഇനം നിക്ഷേപങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ മൈനിങ്ങിലൂടെ നമുക്ക് പല സ്ഥലങ്ങളും കണ്ടെത്താൻ കഴിയും, പല താവളങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും, പല നിക്ഷേപങ്ങളും നമുക്ക് ഭൂമിയിൽ തന്നെ നമുക്ക് നിക്ഷേപങ്ങളുണ്ട്. ആ നിക്ഷേപങ്ങളുമായി നമ്മൾ സൗഹൃദത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് പ്രകൃതിയിലുള്ള നിക്ഷേപങ്ങളുമായിട്ട് ആദ്യം നമ്മൾ സൗഹൃദത്തിലാകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് സെക്ടറിൽ വൻകിട നിക്ഷേപങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വകാര്യ നിക്ഷേപകർ, ചെറുകിട സ്വകാര്യ നിക്ഷേപകരെ നമ്മൾ സംരക്ഷിക്കണം. വൻകിട നിക്ഷേപകർ വരുമ്പോൾ അവരുമായിട്ട് വ്യവസ്ഥകൾ, അത് വിദേശിയായാലും സ്വദേശിയായാലും അവർക്ക് അവരുടേതായ നിബന്ധനകൾ കൊടുത്ത് അവരെ കൊണ്ട് അത് അനുസരിപ്പിക്കാൻ കഴിയണം. അല്ല നിക്ഷേപ സൗഹൃദം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്ന് മുതലാളിക്ക് ഈ മറ്റേ പൊന്നാട ഇട്ട് കൊടുക്കുന്ന പരിപാടിയല്ല നിക്ഷേപ സൗഹൃദം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം. ഇയാൾ പറയുന്നത് ഇയാളെ രാജകീയ പദവിയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് കൊട്ടും കുരവയും വാദ്യവും ഒക്കെ ആയിട്ടാണ് സ്വീകരിച്ചത്. അല്ല കാർണിവൽ മറ്റായിരിക്കും. കാർണിവലസ് തിയറി ഉണ്ടല്ലോ, ബ്രസീലുകാരുടെ ഒരു പ്രധാന ഐറ്റമാണ് ഈ കാർണിവൽ എന്നുള്ളത്. അപ്പോൾ ഒരു കാർണിവലാണ് ഇത്. അവിടെ ചെന്നപ്പോൾ ഒരു കാർണിവലിൻ്റെ ഒരു പ്രമുഖനായിട്ട് അയാൾക്ക് കിരീടമൊക്കെ വെച്ചാണ് തെലങ്കാനയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് മിനിമം ഇവിടെ ഇരിക്കുന്ന വ്യവസായ മന്ത്രിക്ക് നിക്ഷേപം എന്താണെന്ന് അറിയാൻ പറ്റണം. നിക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശ മുതലാളിയോ ഒരു സ്വകാര്യ മുതലാളിയോ ഇവിടെ കൊണ്ട് മുടക്കുന്ന ഒരു മുതലല്ല നിക്ഷേപം എന്ന് പറയുന്നത്.
നിക്ഷേപത്തിന് പല രൂപങ്ങളുമുണ്ട്. പ്രകൃതിയിലുള്ള നമ്മുടെ നിക്ഷേപങ്ങളെ വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചവറയിൽ അത് ചെയ്യുന്നില്ല നിങ്ങൾ, ഗവൺമെൻറ് പബ്ലിക് സെക്ടറല്ലേ അത് ചെയ്യുന്നത്. അതിൽ ഒരുപാട് പറഞ്ഞില്ലേ, അഴിമതിയുടെ ഒരുപാട് പരിസരങ്ങളുണ്ടായിരുന്നിട്ട് കൂടി അതങ്ങനെ വീഴാതെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും സ്ട്രീം ലൈൻ ചെയ്ത് എടുത്താൽ ഇപ്പോൾ മെറ്റൽസ് ആൻഡ് മിനറൽസ് എന്ന് തന്നെ ഒരു ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തുക നമുക്ക് കിട്ടും. നമുക്ക് അതിന് മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് നമ്മൾ ശരിക്കും വിനിയോഗിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ അതുപോലെ പറഞ്ഞില്ലേ, പ്രകൃതിയിലുള്ള നിക്ഷേപങ്ങളുണ്ട്, നമ്മളെ കടലിലുള്ള നിക്ഷേപങ്ങളുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞില്ലേ, അവൻ ഇവിടെ വന്ന് ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ എങ്ങാണ്ട് ഒരു സിമൻറ്റ് ടെർമിനൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് മുമ്പ് എന്തോ പ്ലാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെഴ്സിയൊക്കെ വളരെ സിൻസിയറായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മെഴ്സിയെ മന്ത്രിയല്ലാതാക്കി. ഇനിയിപ്പോൾ സിമൻറ്റ് ടെർമിനൽ കൊണ്ടുവരാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ വിദേശ കപ്പലുകൾ കൊണ്ടുവരുന്നു. ഇത് ആരുടെ താല്പര്യത്തിന് വേണ്ട? അവൻ്റെ രാജ്യത്തൊന്നും കടലില്ലേ? അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇവിടെ കെട്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പോകേണ്ട കാര്യം എന്താ? ഇവിടെ ആളുകൾ മീൻ പിടിച്ചാൽ എന്താ ശരിയാവില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അവൻ്റെ നിക്ഷേപം ഇവിടെ വരുന്നു, എമ്മിന് ഭൂമി എഴുതി കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നതിന് മുമ്പ് നിക്ഷേപം എന്ത് എന്നുള്ളതിന് ഒരു നിർവചനം. നിക്ഷേപം നമ്മുടെ ഭൂമിയിൽ സ്വാഭാവികമായുള്ള നിക്ഷേപമുണ്ട്, പാരിസ്ഥിതികമായ നിക്ഷേപമുണ്ട്. ആ നിക്ഷേപത്തിൻ്റെ ഊർജ്ജശക്തി, അത് ജലത്തിൻ്റെ ശക്തി വൈദ്യുതിയാണെന്നതുപോലെ. അതുകൊണ്ടാണ് നമ്മൾ മുഴുവൻ വെളിച്ചമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ആ നിക്ഷേപം, ജലമെന്ന് പറയുന്നൊരു നിക്ഷേപം നമുക്കുള്ളത് കൊണ്ടാണ്. അതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള നിക്ഷേപങ്ങളെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? നമ്മുടെ പ്രകൃതിയിൽ തന്നെ ജന്യമായിരിക്കുന്ന നിക്ഷേപങ്ങളെ നമ്മളെങ്ങനെ സംസ്കരിച്ചെടുത്ത് വ്യാവസായിക മേഖലയിലേക്ക് കൊണ്ടുപോകുന്നു? അതിന് പബ്ലിക് സെക്ടറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി തീരുന്നത്. നമുക്ക് സ്വാഭാവികമായി സിദ്ധിച്ചിട്ടുള്ള നിക്ഷേപത്തെ നമുക്ക് എങ്ങനെ, ഒരു അസംസ്കൃത വിഭവത്തെ എങ്ങനെ സംസ്കരിച്ചെടുത്ത് വ്യാവസായിക തലത്തിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞില്ലേ നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ ടെക്നോളജിയുടെ തലത്തിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ചവറയിലെ മെറ്റൽസ് ആൻഡ് മിനറൽസിലേക്ക് പോകുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു സൈബർ യുഗത്തിൽ ആവശ്യമായിട്ട് വരുന്ന അടിസ്ഥാന വിഭവങ്ങളാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഊർജ്ജശക്തി നമ്മൾ ഉണ്ട്. നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ജലമെന്ന് പറയുന്ന നിക്ഷേപത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സൂര്യൻ നമ്മുടെ നിക്ഷേപം അല്ലെങ്കിൽ പോലും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്നതാണ്. ഇതാരും ഒരു മുതലാളി അവിടെ കൊണ്ട് സ്ഥാപിച്ചതല്ല, ഇവിടെ ഒരു സൂര്യൻ നിൽക്കട്ടെ, അത് നിങ്ങൾ സൗരോർജ്ജം എടുത്തോളാം എന്ന് പറയുന്നത്. അത് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി അതിങ്ങോട്ട് അയച്ചു തരാം, നീ വീട്ടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ കരാറിൽ ഒപ്പിട്ട് കൊടുക്കുന്നതിനാണ് നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നത്. അവൻ ഇവിടെ എന്തോ നിക്ഷേപിച്ചത്? സൂര്യനെ നിക്ഷേപിച്ച അവനാണോ? സൗരോർജ്ജം ഉണ്ടാക്കാനായിട്ട് സൂര്യനെ നിക്ഷേപിച്ചത് അവനാണോ? ജർമ്മനിയാണോ? US ആണോ സൂര്യനെ നിക്ഷേപിച്ച് തന്നത്? അവൻ്റെ രാജ്യത്തൊന്നും എപ്പോഴും കാണാനില്ലാത്ത സാധനമാണിത്, ഈ സൂര്യൻ എന്ന് പറയുന്നത്. അതിവിടെ ഉണ്ട്, അതിൻ്റെ ചൂട് ഇവിടെ ഉണ്ട്, വിൻഡ് ഇവിടെ ഉണ്ട്, കാറ്റ് ഇവിടുത്തെ കാറ്റാണ്. അവൻ കൊണ്ടുവന്ന കാറ്റല്ല, അവൻ കൊണ്ടുവന്ന് നിക്ഷേപിച്ച കാറ്റല്ല. അത് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കും. കൽക്കരി എന്ന് പറയുന്നത് അവൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നമ്മുടേതാണ്. ഊർജ്ജമാണ് പ്രധാനം. നമുക്കിപ്പോൾ നാളെ എണ്ണയ്ക്ക് പകരം ഒരു ഊർജത്തിൻ്റേതായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ ആ ഊർജ്ജത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ആയിരിക്കുമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിസിറ്റി, ആ വൈദ്യുതിയുടെ ഏതെല്ലാം ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്താമോ അതിൻ്റെ മുഴുവൻ സംഘാതത്തെയും വളരെ കൃത്യമായിട്ട് സമാഹരിച്ച് അതിനെ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറെ ഒരുപാട് വ്യാവസായിക മേഖലകളുണ്ട്. അവിടെയൊക്കെ ഒരു 60 to 70% എങ്കിലും നിക്ഷേപം പൊതുമേഖലയുടേതായിരിക്കണം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ഒരു നിക്ഷേപത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് ഉണ്ടായി വന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. അതിനെയാണ് പറഞ്ഞില്ലേ ഇപ്പോൾ സൗരോർജ്ജം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് സൂര്യൻ, നമ്മുടെ ആകാശം ഉദിച്ചിരിക്കുന്ന സൂര്യനാണ്.
അതിന് നമ്മൾ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് മറ്റൊരു സാങ്കേതിക വിദ്യ നമുക്കില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞോളൂ. നമ്മുടെ ആളിലാണ് ഈ സാങ്കേതിക വിദ്യയുടെ രംഗത്ത് ലോകം മുഴുവൻ കിടന്ന് പണിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കാൻ പറ്റില്ല, അത് നമ്മൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയിട്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു മന്ത്രിസഭ നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ആദ്യം പി രാജീവ ആ ഫോർഡിലെ പെങ്കൊച്ച് പറഞ്ഞു തന്നൊന്നുമല്ല നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നത്. പാർലമെൻറ്റ് MP ആയിരിക്കുമ്പോഴത്തേക്ക് ഫോർഡിലൊരു പെങ്കൊച്ചിനെ തന്നായിരുന്നല്ലേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധിപ്പിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട്. പി രാജീവനൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഫോർഡ് ഒരാളിനെ കൂടെ കൊടുത്തിരുന്നു. അവർ പറഞ്ഞ് പഠിപ്പിച്ചതല്ല നിക്ഷേപം എന്ന് പറയുന്നത്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ വെട്ടിക്കളയണം. അതായത് നമ്മൾ എല്ലാതരം നിക്ഷേപങ്ങളും സൗഹൃദമല്ല, നിക്ഷേപ അധിഷ്ഠിത സംസ്ഥാനമാണ്. അതായത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങളുടെ ഒരു ഖനിയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ സൂര്യൻ ഒരു നിക്ഷേപമാണ്, നമ്മുടെ ജലം ഒരു നിക്ഷേപമാണ്, നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളൊക്കെ തന്നെ നിക്ഷേപങ്ങളാണ്. ആ നിക്ഷേപങ്ങളിൽ നിന്നിപ്പോൾ മരച്ചീനിയിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, റബ്ബറിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അതിൻ്റെ സാധ്യതകളെ പറ്റി നമ്മൾ അന്വേഷണങ്ങൾ നടത്തുകയും അത് ശാസ്ത്രീയമായിട്ട് വികസിപ്പിച്ചെടുക്കുകയും അത് നമ്മൾ പബ്ലിക് സെക്ടറിൽ ചെയ്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേണമെങ്കിൽ വൈദേശികമായിട്ടുള്ള സഹായം, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ നമ്മുടെ ഭൂമിയുടെ പടം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഐസക് പറയുന്ന പോലെ RRIയും VRIയും ഒന്നും വേണ്ട, ഫോറിൻ എക്സ്പെർട്സ് വന്ന് ഒരു സംഭവം കാണിച്ചു തരേണ്ട, സാറ്റലൈറ്റ് മാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു വാർഡിൽ എത്ര വീടുണ്ട്, എത്ര കുളമുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ വിഭവങ്ങളെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വാർഡിലെ മെമ്പർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞില്ല ആധുനിക സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഈ സൗകര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം, അത് നമ്മൾ ആർജിക്കണം. അതിനെ ഉപയോഗിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വിഭവങ്ങളിൽ നിന്ന് ഉൽപ്പാദനത്തിൻ്റെ ഒരു ഉച്ചസ്ഥായിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നമ്മുടെ പബ്ലിക് സെക്ടറിലുണ്ടാകണം, പൊതുമേഖലയിലുണ്ടാകണം. അതിൻ്റെ ആ മാർജിനൽ ആയിട്ടുള്ള ഒരു നമുക്ക് ഈ മറ്റുള്ള വ്യാവസായിക, അതായത് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം കൂടെ വേണം. മറ്റുള്ള വിദേശ വ്യവസായ സ്ഥാപനങ്ങളെയും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളെയും നമുക്ക് അതിൻ്റെ അനുബന്ധമായിട്ട് കൊണ്ടുവരാം. ഇറ്റ് ഈസ് ഓൺലി ആൻ അനക്ഷർ ആൻഡ് നോട്ട് ദി സെൻട്രൽ പീസ്. അതായത് അതൊരനുബന്ധം മാത്രമാണ്. വിദേശ വ്യവസായമായാലും സ്വകാര്യ വ്യവസായമായാലും ഒരു സംസ്ഥാനത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അനക്ഷർ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് ആദ്യം നമ്മുടെ വ്യവസായ മന്ത്രിക്ക് ഉണ്ടാകേണ്ടത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം.